പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് രാവിലെയിലേക്ക് സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിലയേറിയത് എന്താണെന്ന് ചോദിച്ചാൽ അത് സമയമാണെന്ന് പറയാം. കാരണം നഷ്ടപ്പെട്ട പണം തിരികെ നേടാനാകും, എന്നാൽ നഷ്ടപ്പെട്ട സമയമോ അതൊരിക്കലും തിരികെ ലഭിക്കില്ല. എന്നിട്ടും നമ്മളിൽ പലരും സ്വന്തം സമയത്തിന് വേണ്ടത്ര വില കൽപ്പിക്കാറുമില്ല. അതിൻ്റെ ഫലമായി മറ്റുള്ളവരും നമ്മുടെ സമയത്തെ വിലയില്ലാത്ത ഒന്നായി കാണുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം നമ്മുടെ കയ്യിൽ മാത്രമാണ്. സമയത്തിന് നാം വില കൊടുക്കാൻ തുടങ്ങുമ്പോൾ ലോകം മുഴുവൻ നമുക്ക് വേണ്ടി വഴിമാറും. ഈ ചിന്തയോടുകൂടി നമുക്ക് ഇന്നത്തെ ദിവസത്തേക്ക് കടക്കാം. ഇന്ന് 1201 ചിങ്ങമാസം 6-ാം തീയതി. ജ്യോതിഷപരമായി ഇന്നത്തെ ദിവസം എങ്ങനെയായിരിക്കുമെന്നും അറിയാം. പതിവ് പോലെ ഇക്കാര്യങ്ങൾ വിശദീകരിക്കാൻ പ്രശസ്ത ജ്യോതിഷി ഡോക്ടർ അനിത കുമാരി ചേരുന്നു. എല്ലാവർക്കും ഇന്നത്തെ രാശിവിശേഷത്തിലേക്ക് സ്വാഗതം. 1201 ചിങ്ങം 6 വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ ശുക്രനെ പ്രതിനിധീകരിക്കുന്ന ഒരാഴ്ചയാണ്. അപ്പോൾ ഈ ശുക്രാചാര്യർ എന്ന് പറഞ്ഞാൽ അസുരഗുരുവാണ്, സകലകലാവല്ലഭനാണ്. അതുകൊണ്ട് ഇന്ന് ശുക്രനെ ബന്ധപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ വളരെ ശുഭകരമായ ദിവസമാണ്. കല്യാണത്തിൻ്റെ കാര്യമൊഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും ശുഭകരമായി മുമ്പോട്ട് നീങ്ങുന്ന ഒരു ദിവസമായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് വീട് പണി, വാഹനം വിൽക്കുക, വാങ്ങുക ഒക്കെ ചെയ്യാനായിട്ട് ഈ ശുക്രവാർ എന്ന് പറയുന്ന ഈ വെള്ളിയാഴ്ച വളരെ ഗുണപ്രദമായ ഒരു ദിവസമാണ്. നമ്മൾക്ക് ഇന്നത്തെ പൊതുവായൊരു കാര്യം എന്തെന്നാൽ നമ്മൾ എപ്പോഴും ഊർജ്ജസ്വലരായിരിക്കണം. അലസതയും മടിയും നമ്മളെ നശിപ്പിക്കും. കുടികെടുത്തും കൂടിയോരെ ചതിക്കും എന്ന് പറഞ്ഞ പോലെ മദ്യപാനം അവരവരെയും അതേപോലെ തന്നെ കൂടുന്നവരെയും നശിപ്പിക്കും എന്ന് പറയുന്നത് പോലെ തന്നെ മടിയും അങ്ങനെയാണ്. മടി കുടികെടുത്തും കൂടിയോരെ ചതിക്കും. മടിയന്മാരുടെ കുടുംബത്തിൽ സന്തോഷമുണ്ടായിരിക്കുകയില്ല. അതുകൊണ്ട് എല്ലാവരും മടിയെല്ലാം കളഞ്ഞ് അവരവരുടേതായ രീതിയിൽ അവരവരുടെ കഴിവനുസരിച്ച് അധ്വാനിച്ച് മുൻപോട്ട് പോകണം. ഇന്നത്തെ രാശിഫലം പരിശോധിക്കാം. ഇന്ന് മേടക്കൂറുകാർക്ക് എങ്ങനെയാണെന്ന് നോക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തികക്കാല്. ഈ കൂറുകാർക്ക് ഇന്ന് വളരെ നല്ല അനുകൂലമായൊരു ദിവസമായിരിക്കും. ചില ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ ഒഴിച്ചാൽ ബാക്കി എല്ലാ കാര്യങ്ങളും അവർക്ക് ഭംഗിയായി നടത്താനായിട്ട് സാധിക്കും. പ്രാസംഗികർക്കും അതേപോലെ റിപ്പോർട്ടർമാർക്ക് അല്ലെങ്കിൽ കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക്, വാക്കുകൊണ്ട് ഉപജീവനം നടത്തുന്നവർക്കൊക്കെ ഇന്ന് അനുകൂലമായൊരു ദിവസമാണ്. എഴുത്തുകാർക്കും നല്ല ദിവസമായിരിക്കും. ബിസിനസ്സുകാർക്ക് താരതമ്യേന വളരെ നല്ല ലാഭം കിട്ടുന്ന ഒരു ദിവസമായിരിക്കും. അതേപോലെ ഊഹക്കച്ചവടങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക്, ഷെയർ അങ്ങനെയുള്ളിടത്തൊക്കെ ചെയ്യുന്നവർക്ക് ചെറിയ പരാജയം അനുഭവിച്ചേക്കാം. എന്നാലും അത് വൈകുന്നേരത്തോടു കൂടി അതിനെല്ലാം ഒരു ശുഭഫലം കാണുന്നു. പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്നുള്ളൊരു പ്രതീക്ഷ കൈവരുന്നതാണ്. ദൂരയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക്, വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്കൊക്കെ വളരെ അനുകൂലമായ ഒരു മറുപടി ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ രാശിഫലം നോക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല്, രോഹിണി, മകയിരത്തര. ഈ കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. എന്നാൽ ഗുണാധിക്യമാണ് കാണുന്നത്. ദോഷഫലം കുറഞ്ഞിരിക്കും. എങ്കിലും ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക. ആരോഗ്യകാര്യത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനും ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന അസുഖ അവസ്ഥ കൂടാനുമൊക്കെ സാധ്യതയുണ്ട്. എന്നാൽ വൈകുന്നേരത്തോടു കൂടി അതിനൊരു പരിഹാരം കണ്ടെത്തുന്നതാണ്, വൈദ്യസഹായം ലഭിക്കുന്നതാണ്. ഉത്തമമായ പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് നല്ല ഫലം ലഭിക്കുന്നതാണ്. എന്നാൽ ഉത്തമമല്ലാത്ത നിഗൂഢമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെ പ്രതികൂലമായ ഒരു ദിവസമായിരിക്കും. എന്നാൽ സന്താനങ്ങളെ കൊണ്ടും കുടുംബാംഗങ്ങളെ കൊണ്ടുമൊക്കെ സന്തോഷം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന് ഏതെങ്കിലും ഒരു നല്ല കാര്യം തുടങ്ങുന്നതിന് നല്ല ദിവസമായിരിക്കും. പ്രത്യേകിച്ച് വാഹനം വിൽക്കുവാനും വാങ്ങുവാനുമൊക്കെ നല്ല ഒരു ദിവസമായിരിക്കും. അടുത്തതായി മിഥുനക്കൂറുകാരുടെ രാശിഫലം നോക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർദം, മുക്കാല്. ഈ രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിരിക്കും. കുറച്ച് ദിവസം കൊണ്ട് അനുഭവപ്പെടുന്ന ശാരീരിക ക്ലേശങ്ങൾക്കൊക്കെ ശമനം ലഭിക്കും. ഉത്തമ ബന്ധങ്ങൾ
സ്ഥാപിക്കുവാനും തുടങ്ങുവാനുമൊക്കെ ഉള്ളൊരു നല്ല ദിവസമായിരിക്കും. നല്ല ആൾക്കാരെ കണ്ടുമുട്ടാനും വലിയ സഹായികളെ തേടിപ്പിടിക്കാനുമൊക്കെ ഉള്ള ഒരു ദിവസമാണ് ഇന്ന്. സന്താനങ്ങളെ കൊണ്ട് സന്തോഷം ലഭിക്കുന്ന ദിവസമായിരിക്കും. ഉല്ലാസയാത്രയ്ക്കും മറ്റും ഇന്ന് സാധ്യത കാണുന്നു. അതേപോലെ സാമ്പത്തികമായി താരതമ്യേന മെച്ചപ്പെട്ട ഒരു ദിവസമായിരിക്കും ഇത്. അതുകൂടാതെ ഏതെങ്കിലും സാമ്പത്തിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ ലാഭകരമായ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. കർക്കിടക രാശിക്കാരുടെ കൂറുഫലമാണ് നമ്മൾ അടുത്തായിട്ട് പരിശോധിക്കുന്നത്. കർക്കിടക രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദം, കാല്, പൂയം, ആയില്യം. കർക്കിടക രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് ഇന്ന്. ഗുണാധിക്യമാണ് കാണുന്നത്. ഇന്ന് കളികളിൽ ഏർപ്പെടുന്നവർക്ക്, സ്പോർട്സുകാർക്കൊക്കെ വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. മദ്യപാനാസക്തിയുള്ളവർക്ക് വളരെ അപകടകരമായൊരു ദിവസമായിരിക്കും. അതേപോലെ ജീവിതത്തിൽ വളരെയധികം ആഗ്രഹിച്ച വിവാഹാദി കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രണയകാര്യങ്ങൾ അങ്ങനെയുള്ളതിനൊക്കെ ഒരു സാഫല്യം വരുന്ന ഒരു ദിവസമായിരിക്കും. കലാ ആസ്വാദനത്തിനുള്ള ഒരു ദിവസമാണ്. കലാകാരന്മാർക്കും അതേപോലെ സിനിമ ഫീൽഡിൽ പ്രവർത്തിക്കുന്നവർക്കും ബിസിനസ്സുകാർക്കും അനുകൂലമായ ഒരു ദിവസമായിരിക്കും. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും ചില ക്ലേശങ്ങൾ വന്നു ഭവിക്കാനായിട്ട് സാധ്യത കാണുന്നു. അടുത്തായി നമുക്ക് ചിങ്ങരാശിയുടെ ഫലം പരിശോധിക്കാം. ചിങ്ങരാശിയിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല്. ഈ രാശിക്കാർക്ക് താരതമ്യേന ദോഷഫലം ഏറിയിരിക്കുന്ന ഒരു ദിവസമായിരിക്കുമെന്ന്. സാമ്പത്തിക നഷ്ടം അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെ അശ്രദ്ധ മൂലം അല്ലെങ്കിൽ തിരക്ക് മൂലം നഷ്ടങ്ങൾ വരുന്ന ഒരു ദിവസമായിരിക്കും ഇത്. ധനനഷ്ടമാണ് പ്രധാനമായും വരിക. മാനസിക പ്രയാസത്തിനും ഇടയുണ്ട്. മറ്റു ചില മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ചില അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. മറ്റു ചില എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ മേഖലകളാണ്. അവർക്ക് ശാരീരികമായും മാനസികമായും ഒക്കെ ക്ലേശങ്ങൾ അനുഭവപ്പെടുന്ന ഒരു ദിവസമായിരിക്കുമെന്ന്. ഈശ്വര പ്രാർത്ഥന അനിവാര്യമാണ്. ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ നീക്കിയാൽ കാര്യങ്ങൾ സുഗമമായും നീങ്ങുന്നതാണ്. ആഹാര കാര്യങ്ങളിൽ താല്പര്യമുള്ളവർ ശ്രദ്ധിക്കുക. പുറത്തു നിന്നുള്ള ഭക്ഷണം വയറിന് അസുഖമുണ്ടാക്കുന്നതാണ്. ഉദരരോഗം, ശാരീരിക ക്ലേശങ്ങൾ എല്ലാം ഭക്ഷ്യ വിഷബാധയൊക്കെ സംഭവിക്കാൻ ഇടയുണ്ട്. ശുദ്ധിയും വൃത്തിയുമുള്ളിടത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക. ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും ഇത്. ഭാവി ജീവിതത്തിലേക്ക് പടുത്തുയർത്തുന്ന പദ്ധതികളെല്ലാം സഫലീകരിക്കുന്ന ഒരു ദിവസവും കൂടിയാണ് എന്ന്. എന്നാൽ ചില ധനനഷ്ടങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുകയില്ല. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രമാണ് ഉത്തരമുക്കാല്, അത്തം, ചിത്തിരേര. ഈ കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമായിരിക്കുമെന്ന്. കുറേ നാളുകളായി ഉണ്ടായിരിക്കുന്ന കഷ്ടനഷ്ടങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാകുന്നൊരു ദിവസമാണ്. നേരായ മാർഗത്തിലൂടെ പണം സമ്പാദിക്കുന്നവർക്ക് ലാഭവും അല്ലാത്തവർക്ക് നഷ്ടവും ഉണ്ടാകുന്ന ഒരു ദിവസമാണ് ഇന്ന്. വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോവുക. ഓരോ കർമ്മവും നമ്മുടെ കർമ്മഫലത്തിൻ്റെ സിദ്ധമാണ്. അതുകൊണ്ട് ഒരു കർമ്മത്തെയും വിമർശിക്കുന്നില്ല. എല്ലാവരും അവരവരുടെ തൊഴിൽ ആത്മാർത്ഥതയും ഭക്തിയോടും കൂടി അല്ലെങ്കിൽ സമർപ്പണത്തോടും കൂടി ചെയ്താൽ വിജയം കൈവരിക്കുന്നതാണ്. ചില സാങ്കേതിക തടസ്സങ്ങൾ കൊണ്ട് യാത്ര മുടങ്ങുകയോ അല്ലെങ്കിൽ ചില സാങ്കേതിക തടസ്സങ്ങൾ കൊണ്ട് ധനം വരാൻ വൈകുകയോ ഒക്കെ ചെയ്ത് മനക്ലേശത്തിന് സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ദിവസമാണ്. അധ്യാപകർക്കും തിരക്കേടില്ലാത്ത ഒരു ദിവസമാണ്. എന്നാൽ വിദേശയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് തടസ്സങ്ങൾ കാണുന്നു. ഉദ്യോഗാർത്ഥികൾക്കും ചില മെമ്മോയോ വാണിങ്ങോ ഒക്കെ മുകളിൽ നിന്ന് ലഭിക്കാനായി സാധ്യതയുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോവുക. എല്ലാത്തിൻ്റെയും പരിഹാരം ഈശ്വര പ്രാർത്ഥനയാണ്. അടുത്തതായി തുലാക്കൂറിലെ നക്ഷത്രങ്ങൾ പരിശോധിക്കാം, അല്ലെങ്കിൽ രാശിഫലം പരിശോധിക്കാം. തുലാക്കൂറിലെ നക്ഷത്രങ്ങളാണ് ചിത്തിരാര, ചോതി, വിശാഖ, മുക്കാല്. ഈ കൂറിൽ വരുന്ന ആളുകൾക്ക് താരതമ്യേന ഗുണദോഷ സമ്മിശ്രമായ ഒരു അനുഭവമാണ് ഇന്നുണ്ടാകുന്നതെങ്കിലും ഗുണാധിക്യമാണ് കാണുന്നത്. ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകുന്നു. സാമ്പത്തിക ക്ലേശങ്ങളുള്ളവർക്ക് അതിനൊരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. അതുകൂടാതെ വളരെ നാളുകളായി അലട്ടുന്ന ചില രോഗങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള മാർഗം തെളിഞ്ഞു വരുന്നുണ്ട്. നല്ല സുഹൃത്തുക്കൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ നല്ല അന്തരീക്ഷം കാണുന്നു. ദീർഘനാളായി ഉണ്ടായിരിക്കുന്ന തർക്കങ്ങൾ അല്ലെങ്കിൽ വൈവാഹിക ക്ലേശങ്ങൾ
അതിനൊക്കെ ഒരു ശാന്തി, അല്ലെങ്കിൽ വൈവാഹിക ജീവിതം ഒരു ഭാരമായിരിക്കുന്നവർക്ക് മോചനം നേടാൻ ആഗ്രഹിക്കുന്ന മോചനത്തിനും ഒക്കെയുള്ള ഒരു നല്ല ദിവസമാണ് ഇന്ന്. തുടർന്ന് സന്തോഷം അനുഭവിക്കാനായിട്ടുള്ള ഒരു ഭാഗ്യമാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്കുള്ളത്. അടുത്തതായി വൃശ്ചിക രാശിക്കാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചിക രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട. വിശാഖം നക്ഷത്രക്കാർക്ക് താരതമ്യേന നല്ല ഒരു ദിവസമായിരിക്കും. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം ചില വൈഷമ്യങ്ങൾ വന്ന് ഭവിച്ചേക്കാം. തൻ്റെ പ്രവൃത്തി കൊണ്ടോ വാക്കുകൊണ്ടോ ആണ് അങ്ങനെ അത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാകുന്നത്. പൊതുവെ ഒതുങ്ങിക്കൂടി കഴിയുന്ന ഒരു പ്രകൃതക്കാരാണ് എങ്കിലും ഇന്നത്തെ ദിവസം പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യത്തിൽ വളരെ പരുഷമായി സംസാരിക്കുകയും അതിൽ നിന്ന് ദോഷങ്ങളുണ്ടാകുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആത്മസംയമനം പാലിക്കുക. വിദ്യാർത്ഥികൾക്ക്, കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ വളരെ നല്ലതാണ്. ബിസിനസ്സുകാർക്ക് അത്ര നല്ല ദിവസമല്ല. എന്നാൽ സാമ്പത്തിക നഷ്ടവുമില്ല, ലാഭവുമില്ല എന്നുള്ളൊരവസ്ഥയിലാണ് ഇന്നത്തെ ഫലം കാണുന്നത്. അടുത്തതായി ധനുക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം, കാല്. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ രാശിക്കാർക്ക് ഇന്നത്തെ ഫലം വളരെ അനുകൂലമായിരിക്കും. പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടാൻ അവസരമുണ്ടാകും. പുതിയ നല്ല ആളുകളുമായിട്ട് ഇടപഴകാനുള്ള സാഹചര്യമുണ്ടാകും. എന്നാൽ അമിതമായ സംസാരം മൂലം ചില പ്രശ്നങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കുക. തിരക്ക് മൂലം പല കാര്യങ്ങളും മാറ്റി വയ്ക്കേണ്ടതായി വരും. എന്നാൽ തൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളും ആരോഗ്യകാര്യങ്ങളും നല്ലവണ്ണം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ആഹാര കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ വേണം. വായു സംബന്ധമായ അസുഖങ്ങൾ അലട്ടാൻ സാധ്യതയുണ്ട്. തലകറക്കം പോലെയുള്ള അസുഖങ്ങളുള്ളവർക്ക് അതിന് വർദ്ധിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അടുത്തതായി മകരക്കൂറിലെ ഫലം നോക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തര. ഈ കൂറുകാർക്ക് ഇന്നത്തെ ഫലം ഗുണദോഷ സമ്മിശ്രമാണ്, എങ്കിലും ഗുണാധിക്യമാണ്. ഇന്ന് ഉദ്ദേശിച്ചിരുന്ന പല കാര്യങ്ങളും അനായാസേന നടക്കുന്നതായി കാണുന്നു. എന്നാൽ രാഷ്ട്രീയക്കാർക്ക് അത്ര അനുകൂലമായ ദിവസമല്ല. വിദേശത്ത് പോകുന്ന ആളുകൾക്കും വിദേശത്ത് വസിക്കുന്ന ആളുകൾക്കും അനിഷ്ടങ്ങൾ സംഭവിക്കാനിടയുണ്ട്. എന്നാൽ അതിനെല്ലാം വൈകുന്നേരത്തോടു കൂടി തരണം ചെയ്യുന്നതാണ്. ശുദ്ധമായ മനസ്സോടുകൂടി സന്തോഷത്തോടുകൂടി മുൻപോട്ട് പോവുക, ആത്മസംയമനം പാലിക്കുക. ചില കേസുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അനുകൂലമായ ഒരു വിധി വരുന്നതായി കാണുന്നുണ്ട്. അടുത്തതായി കുംഭക്കൂറിലെ രാശിഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ. ഈ കൂറുകാർക്ക് വളരെ നല്ല ഒരു ദിവസമാണ് ഇന്ന് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്നാൽ ശാരീരികമായ ചില അസ്വസ്ഥതകൾ അവർക്ക് അനുഭവിക്കാനിടയുണ്ട്. രാഷ്ട്രീയത്തിലേർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെ അനുകൂലമായ ചില സംഭവങ്ങൾ അല്ലെങ്കിൽ ചില അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരാവുന്നതാണ്. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാനിരിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസമായി കാണുന്നു. ദീർഘയാത്രയ്ക്ക് പോകുന്നവർക്കും ദൂരയാത്രയ്ക്ക് പോകുന്നവർക്കുമൊക്കെ അനുകൂലമായ ഒരു ദിവസമാണ്. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അല്ലെങ്കിൽ ടെക്നിക്കലായിട്ടുള്ള രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും എല്ലാവർക്കും ഇന്ന് ഒരു നല്ല ദിവസമായി കാണുന്നു. അടുത്തതായി നമുക്ക് മീനക്കൂറിൻ്റെ രാശിഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരുരുട്ടാതി, കാൽ, ഉത്രട്ടാതി, രേവതി. ഈ കൂറുകാർക്ക് ഇന്നേ ദിവസം വളരെ ഭാഗ്യദായകമായ ചില അനുഭവങ്ങൾ വന്നു ചേരാം. സന്തോഷവും സമാധാനവും വന്നു ചേരാം. ഇന്ന് അവർക്ക് ഇഷ്ടപ്പെട്ട ചില കാര്യങ്ങളിൽ വ്യാപരിക്കാനുള്ള ഒരു ദിവസമാണ്. ബന്ധുസമാഗമം അല്ലെങ്കിൽ പുതിയ സുഹൃത്തുക്കളുടെ സഹായ വാഗ്ദാനം, അതേപോലെ തന്നെ ദീർഘയാത്രയ്ക്കുള്ള അനുമതി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു ചേരാവുന്നതാണ്. എന്നാൽ ആരോഗ്യം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ആരോഗ്യപരമായ ചില ക്ഷീണം, അസ്വസ്ഥതകളൊക്കെ കാണപ്പെടുന്നു. ആരോഗ്യത്തെ ശ്രദ്ധിക്കാതെ, തിരക്കിലേർപ്പെടാതെ വളരെ ശ്രദ്ധയോടുകൂടി അവനവനെ സ്നേഹിച്ച് ഒന്ന് മുൻപോട്ട് പോകേണ്ടതാണ്. കുടുംബത്തിൽ വലിയ സമാധാനമുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ പങ്കാളികൾക്കും വളരെ ആഹ്ലാദമുള്ള ദിവസമായിരിക്കും. സന്താനങ്ങൾക്ക് വളരെ അനുകൂലമായൊരു ദിവസമാണ്. രാഷ്ട്രീയക്കാർക്കും
അതേപോലെ ബിസിനസ്സുകാർക്കും വളരെ നല്ല ദിവസമായിരിക്കും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അല്ലെങ്കിൽ ടെക്നിക്കൽ ഫീൽഡിൽ പ്രവർത്തിക്കുന്നവർക്ക് എല്ലാം വളരെ ഒരു ഗുണദോഷ സമ്മിശ്രമായ അനുഭവമാണെങ്കിലും വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. ഇന്നത്തെ രാശിഫലം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇനി നമുക്ക് നല്ല രാശിഫലവുമായി നല്ല നാളെയുമായി വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ കടാക്ഷം ഉണ്ടായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. ഇനി നമ്മൾ പോകുന്നത് പാലക്കാട് പല്ലശ്ശനയിലേക്കാണ്. അവിടുത്തെ മീൻകുളത്തി ഭഗവതി ക്ഷേത്രത്തിൻ്റെ പുണ്യഭൂമിയിലേക്ക്. മധുരൈ മീനാക്ഷിയുടെ ദിവ്യ സാന്നിധ്യവും നൂറ്റാണ്ടുകളുടെ ഐതിഹ്യവും വർണ്ണാഭമായ ഉത്സവങ്ങളും. മന്നാടിയാർ കുടുംബത്തിൻ്റെ ഭക്തിയിൽ ഉടലെടുത്ത ഈ ക്ഷേത്രത്തിൻ്റെ രഹസ്യങ്ങളും പാപനാശി കുളത്തിൻ്റെ പുണ്യവും കേരള തമിഴ്നാട് സംസ്കാരങ്ങളുടെ സമന്വയവും കണ്ണഞ്ചിപ്പിക്കുന്ന തോൽപ്പാവക്കുത്തും. മാസി ഉത്സവത്തിൻ്റെ ആവേശവും കാണാം തീർത്ഥാടനത്തിലൂടെ. കേരളത്തിന്റെ സാംസ്കാരികവും ആത്മീയവുമായ ഹൃദയഭാഗത്ത് പാലക്കാട് ജില്ലയിലെ പല്ലശ്ശന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന മീൻകുളത്തി ഭഗവതി ക്ഷേത്രം ഭക്തരുടെ മനസ്സിൽ അതുല്യമായ സ്ഥാനം വഹിക്കുന്നു. മധുരൈ മീനാക്ഷി അമ്മന്റെ ഒരു ഭാവമായി ആരാധിക്കപ്പെടുന്ന മീൻകുളത്തി ഭഗവതിക്ക് മീനിനെ പോലുള്ള മനോഹരമായ കണ്ണുകൾ എന്നതിന്റെ പ്രതീകമായാണ് ഈ പേര് ലഭിച്ചത്. മീൻകുളത്തി എന്നാൽ മത്സ്യങ്ങൾ നിറഞ്ഞ കുളത്തിന്റെ ദേവി എന്നാണ് അർത്ഥമാക്കുന്നത്. പഴയകാവ്, മീമ്പ്രക്കുളങ്ങര ദേവി എന്നീ നാമങ്ങളിലും അറിയപ്പെടുന്ന ഈ ക്ഷേത്രം കേരളീയ ശൈലിയിലുള്ള വാസ്തുവിദ്യയും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഐതിഹ്യവും വർണ്ണാഭമായ ഉത്സവങ്ങളും കൊണ്ട് പ്രശസ്തമാണ്. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും ഭക്തർ എത്തുന്ന ഈ ക്ഷേത്രം വിശ്വാസത്തിന്റെയും സംസ്കാരത്തിന്റെയും ഒരു സമുന്നയ കേന്ദ്രമാണ്. മീൻകുളത്തി ഭഗവതി ക്ഷേത്രത്തിന്റെ ഉത്ഭവം നൂറ്റാണ്ടുകൾക്ക് മുൻപ് തമിഴ്നാട്ടിലെ ചിദംബരത്ത് നിന്നുള്ള വീരശൈവ മന്നാടിയാർ കുടുംബവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കടുത്ത വരൾച്ചയെ തുടർന്ന് ഈ കുടുംബം മധുരൈ മീനാക്ഷി ദേവിയെ ആരാധിച്ചുകൊണ്ട് കേരളത്തിലെ പല്ലശ്ശനയിൽ സ്ഥിര താമസമാക്കി. അവർ തങ്ങളുടെ കുടുംബദേവതയായ മീനാക്ഷിയുടെ ഒരു ശില എടുത്തുകൊണ്ടാണ് യാത്ര തിരിച്ചത്. ഈ ശിലയെ അവർ തങ്ങളുടെ വഴികാട്ടിയും സുഹൃത്തുമായി കണക്കാക്കി ദിവസവും പൂജിച്ചിരുന്നു. ഒരു ദിവസം കുടുംബത്തിലെ മുതിർന്ന അംഗമായ ഒരു വൃദ്ധൻ പ്രായാധിക്യം മൂലം മധുരൈ ക്ഷേത്രത്തിലേക്കുള്ള യാത്ര തുടരാൻ കഴിയാതെ വന്നപ്പോൾ വീടിനടുത്തുള്ള കുളത്തിൽ കുളിക്കാനിറങ്ങി. അദ്ദേഹം തന്റെ ഓലക്കുടയും വിലപിടിപ്പുള്ള വസ്തുക്കളും കരയിൽ വെച്ചു. കുളി കഴിഞ്ഞ് തിരികെ വന്നപ്പോൾ ആ കുടയും ശിലയും ഉയർത്താൻ കഴിഞ്ഞില്ല. അവ നിലത്ത് ഉറച്ചിരുന്നു. ജ്യോതിഷികളെ വിളിച്ച് ദേവപ്രശ്നം നടത്തിയപ്പോൾ ശിലയിൽ മീനാക്ഷി ദേവിയുടെ സാന്നിധ്യമുണ്ടെന്ന് വെളിപ്പെട്ടു. ഈ അത്ഭുത സംഭവം നടന്ന സ്ഥലം കുടമണ്ണ് എന്നറിയപ്പെട്ടു. പിന്നീട് മനാടിയാർ കുടുംബം ഈ സ്ഥലത്ത് ഒരു ക്ഷേത്രം പണിതു. അവിടെ മീൻകുളത്തി ഭഗവതിയെ പ്രതിഷ്ഠിച്ചു. ഈ ഐതിഹ്യം ക്ഷേത്രത്തിന്റെ ആത്മീയ മഹത്വത്തിന് അടിത്തറ പാകുന്നു. പല്ലശ്ശന പഴയകാവ് മീൻകുളത്തി ഭഗവതി ക്ഷേത്രം സുമാർ 1000 വർഷത്തെ പഴക്കമുള്ള ക്ഷേത്രമാണ്. ഇതിവിടുത്തെ ഞങ്ങളുടെ കുടുംബ ആൾക്കാർ പോയിട്ട് മധുര മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ സങ്കല്പത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ഉള്ളത്. മധുരകാളി പ്രതിഷ്ഠയാണ്. മധുര മീനാക്ഷിയെ ഇവിടുത്തെ ഒരു കാരണവർ ഗുരുദേവൻ പോയി ദിവസം പോയി തൊഴുത് അദ്ദേഹം ആരാധിച്ച് വന്ന് ആ ഭഗവാനെ കൊണ്ടുവരുന്ന സമയത്ത് ലാസ്റ്റ് വയസ്സാകുന്ന സമയത്ത് അദ്ദേഹത്തിന് പ്രായാധിക്യം കൊണ്ട് ഇനി വരാൻ പറ്റില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പ്രാർത്ഥിച്ചു വരികയും അതോടൊപ്പം തന്നെ ഭഗവതി കൊടയിൽ വരികയും ചെയ്തതാണ്. ഭഗവതി മൂലസ്ഥാനം കൊടുമണ്ണ് ക്ഷേത്രത്തിൻ്റെ അടുത്ത് കുളത്തിൽ കുളിക്കാൻ ഇറങ്ങുന്ന സമയത്ത് കുട കുളത്തിൽ വെച്ച് കുളിക്കാൻ ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹം കുളിച്ച് കഴിഞ്ഞ ശേഷം കുട എടുക്കുന്ന സമയത്ത് കുട നൂറുന്നില്ല. അദ്ദേഹം പരിസരത്തുള്ള 2 കുട്ടികളെ അവിടെ കാവൽ നിർത്തി അദ്ദേഹം ഈ ദേശത്തുള്ള കാരണവന്മാരെ എല്ലാവരും വിളിച്ചു വരുത്തി ഒരു ജ്യോത്സ്യനെ കൊണ്ടുവന്ന് നോക്കുന്ന സമയത്ത് ഭഗവതി മധുര മീനാക്ഷി നിങ്ങളുടെ ഒപ്പം വന്നിട്ടുണ്ട് എന്നും
നിങ്ങൾ ഉചിതമായ സ്ഥലത്ത് ഭഗവതിയെ പ്രതിഷ്ഠിച്ച് ആരാധിക്കണം എന്നും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മൂലസ്ഥാനമായ കൊടുമന്നിലാണ് ഭഗവതി അവിടെ ആദ്യം പ്രതിഷ്ഠിച്ചത്. അതിനുശേഷം ഇന്ന് കാണുന്ന ഈ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരികയാണ്. ദേവി ഇവിടെ വന്നിട്ട് പുനഃപ്രതിഷ്ഠ നടത്തിയിട്ടാണ് ദേവി ഇവിടെ എഴുന്നള്ളിച്ചിരിക്കുന്നത്. മീൻകുളത്തി ഭഗവതി ക്ഷേത്രം കേരളീയ വാസ്തുശൈലിയിൽ നിർമ്മിച്ചതാണ്. അതിന്റെ മതിലുകൾ ഒരിക്കലും നിലത്ത് നിഴൽ വീഴാത്ത വിധത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. വടക്കും പടിഞ്ഞാറുമായി 2 പ്രവേശന കവാടങ്ങളുണ്ട്. പടിഞ്ഞാറൻ കവാടത്തിനടുത്താണ് ക്ഷേത്രക്കുളം സ്ഥിതി ചെയ്യുന്നത്. ഈ കുളം മത്സ്യങ്ങൾ നിറഞ്ഞതും രോഗശാന്തിക്ക് ഉതകുന്ന പുണ്യസ്നാനത്തിന് ഭക്തർ ഉപയോഗിക്കുന്നതുമാണ്. ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിൽ മീനാക്ഷി ദേവിയുടെ വലിയ വിഗ്രഹം പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അവിടെ ഭക്തർക്ക് ഗർഭഗൃഹത്തിന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കാൻ അനുവാദമില്ല. ശ്രീകോവിലിന് ചുറ്റും അഷ്ടദുർഗകളായ ബ്രാഹ്മി, മഹേശ്വരി, കുമാരി, വൈഷ്ണവി, ഇന്ദ്രാണി, ചാമുണ്ഡി, വരാഹി, നരസിംഹി എന്നിവരുടെ വിഗ്രഹങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നു. കൂടാതെ ഗണപതി, അയ്യപ്പൻ, വീരഭദ്രൻ, ശിവൻ, ദുർഗ, ബ്രഹ്മരക്ഷസ്, നാഗർ, ഭൈരവൻ എന്നിവർക്കായി ഉപക്ഷേത്രങ്ങളുമുണ്ട്. തേക്ക് മരം കൊണ്ട് നിർമ്മിച്ച് ചെമ്പുകൊണ്ട് പൊതിഞ്ഞ ഒരു ധ്വജസ്തംഭനം ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. ക്ഷേത്രത്തിന്റെ കിഴക്കും പടിഞ്ഞാറും ഭാഗങ്ങളിൽ 2 അഗ്രഹാരങ്ങളുണ്ട്. അവിടെ യഥാക്രമം ശിവക്ഷേത്രവും വിഷ്ണുക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നു. ഈ ക്ഷേത്രങ്ങളിലും സന്ദർശനം നടത്തുന്നത് മീൻകുളത്തി തീർത്ഥാടനത്തിന്റെ ഭാഗമായി ഫലപ്രദമായി കണക്കാക്കപ്പെടുന്നു. ദേവിയാണ് നമ്മുടെ പ്രതിഷ്ഠയെങ്കിലും ഇത് നടപ്പിലാക്കുന്നത് ഭൈരവനാണെന്നാണ് വിശ്വാസം. അപ്പോൾ ആയതിൻ്റെ അടിസ്ഥാനത്തിൽ ഭൈരവന് കലശപൂജ ചെയ്യാറുണ്ട്. എല്ലാ ചൊവ്വ, വെള്ളി, ഞായർ ദിവസങ്ങളിൽ കലശപൂജ ചെയ്യാറുണ്ട്. അത് കോഴി ഇതൊക്കെ എല്ലാം കൂടെ തലചുറ്റി വിടൽ, പിന്നെ മുട്ടറുക്കൽ, ഇങ്ങനത്തെ പല വഴിപാടുകളും ഭൈരവൻ്റെ അവിടെയുണ്ട്. മീൻകുളത്തി ഭഗവതി ക്ഷേത്രം വർണ്ണാഭമായ ഉത്സവങ്ങളുടെ കേന്ദ്രമാണ്. നവരാത്രി, കാർത്തിക, മണ്ഡലവിളക്ക്, മാസി തിരുവിഴ, പള്ളിവേട്ട, ഭൈരവ പൂജ എന്നിവയാണ് പ്രധാന ആഘോഷങ്ങൾ. 8 ദിവസം നീണ്ടു നിൽക്കുന്ന മാസി ഉത്സവത്തിൽ രാമായണത്തിലെയും മഹാഭാരതത്തിലെയും രംഗങ്ങൾ ചിത്രീകരിക്കുന്ന ഓട്ടം തുള്ളലും കഥകളിയും നടക്കുന്നു. ഈ ഉത്സവവേളയിൽ ദേവിയുടെ വാളും വിളക്കും ഘോഷയാത്രയായി കൊണ്ടുപോകുന്നത് ഒരു പ്രത്യേക ആചാരമാണ്. മെയ്, ജൂൺ മാസങ്ങളിൽ നടക്കുന്ന തോൽപ്പാവക്കൂത്ത് രാമായണ കഥകൾ അവതരിപ്പിക്കുന്ന ഒരു നിഴൽ നാടകമാണ്. ഈ 10 ദിവസത്തെ ഉത്സവത്തിന്റെ അവസാന ദിനത്തിൽ ശ്രീരാമന്റെ അസ്ത്രം ദേവിയുടെ മുന്നിൽ വെച്ച് ആരാധിക്കുന്നു. 12 വർഷത്തിലൊരിക്കൽ പൗർണമി ദിനത്തിൽ നടക്കുന്ന പാനമഹോത്സവം ഏറെ പ്രസിദ്ധമാണ്. 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവത്തിൽ തീയിലൂടെയുള്ള നടത്തവും ദാരുകന്റെ വധത്തെ പ്രതിനിധീകരിക്കുന്ന ആചാരങ്ങളും നടക്കുന്നു. ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിൽ ദിവസപൂജ, നിറമാല, മഹാഗണപതി ഹോമം, തിരുവാഭരണം ചാർത്തൽ, ചന്ദനം ചാർത്തൽ, ചാന്താട്ടം, ത്രികാലപൂജ, പണപ്പായസം, നിറപ്പറപ്പണം എന്നിവ ഉൾപ്പെടുന്നു. ചൊവ്വ, വെള്ളി, ഞായർ ദിവസങ്ങളിൽ മാത്രം നടത്തുന്ന പണപ്പായസം ഒരു വിശേഷ വഴിപാടാണ്. ഭാഗ്യസൂക്തവും ഐക്യമത സൂക്തവും പാരായണം ചെയ്യുന്ന പ്രത്യേക പൂജകളും ശത്രുദോഷ നിവാരണത്തിനായി ചാന്താട്ടവും നടത്തപ്പെടുന്നു. നിറപ്പറപ്പണം എന്ന വഴിപാട് ഐശ്വര്യവും ആഗ്രഹ സഫലീകരണവും നൽകുമെന്നാണ് വിശ്വാസം. ക്ഷേത്രം ഞായർ, ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ രാവിലെ 5:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയും മറ്റ് ദിവസങ്ങളിൽ രാവിലെ 5:30 മുതൽ രാവിലെ 10:30 വരെയും തുറന്നിരിക്കും. എല്ലാ ദിവസവും വൈകുന്നേരം 5:30 മുതൽ രാത്രി 8 വരെ ദർശനത്തിനായി ക്ഷേത്രം തുറന്നിരിക്കും. ത്രികാല പൂജകൾ രാവിലെ 7:30, ഉച്ചയ്ക്ക് 11:30, വൈകിട്ട് 7:30 എന്നീ സമയങ്ങളിൽ നടക്കുന്നു. പല്ലശ്ശന പാലക്കാട് പട്ടണത്തിൽ നിന്ന് ഏകദേശം 18-20 കിലോമീറ്റർ അകലെയാണ്. കോയമ്പത്തൂരിൽ നിന്ന് 70 കിലോമീറ്റർ ദൂരമുണ്ട്. പാലക്കാട്, തൃശൂർ, കോയമ്പത്തൂർ എന്നിവിടങ്ങളിൽ നിന്ന് KSRTC സ്വകാര്യ ബസ്സുകൾ മുഖേന ക്ഷേത്രത്തിലെത്താം. കൊടുങ്ങല്ലൂർ, കുന്നശ്ശേരി, പല്ലാവൂർ, ആലത്തൂർ എന്നീ വഴികളിലൂടെയും യാത്ര സാധ്യമാണ്. ടാക്സി വാടകയ്ക്കെടുക്കുന്നതിന് 500 രൂപയോ അതിൽ കൂടുതലോ ചെലവ് വരും. ക്ഷേത്ര മൈതാനത്ത് വാഹന പാർക്കിംഗ് സൗകര്യവും ദൂരദേശങ്ങളിൽ നിന്നെത്തുന്ന ഭക്തർക്ക് താമസ സൗകര്യവും ലഭ്യമാണ്. എന്നാൽ സമീപമുള്ള പാലക്കാട് പട്ടണത്തിൽ താമസിക്കുന്നതാണ്
കൂടുതൽ സൗകര്യപ്രദമായി ശുപാർശ ചെയ്യപ്പെടുന്നത്. നിരവധിയായിട്ടുള്ള രാഷ്ട്രീയ, സാമൂഹിക, കലാപരംഗത്തുള്ള ആളുകൾ ഇവിടെ സ്ഥിരം വരാറുണ്ട്. ഈ അമ്പലത്തിലെ അനുഗ്രഹം തേടി വരാറുണ്ട്. അതിൽ എടുത്തു പറയുന്നത് തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ഡോക്ടർ ജയലളിത അവരുടെ പിറന്നാൾ ഇവിടെ ആഘോഷിക്കുകയുണ്ടായി. അതുപോലെ തന്നെ സുകുമാരിയമ്മ, ഗീത കന്നഡ നടി, അതുപോലെ ഇപ്പോൾ അടുത്തതായിട്ട് നമുക്ക് റീസെൻ്റായിട്ട് ജയൻ രവി അടക്കമുള്ള യുവതലമുറയിലെ നടന്മാരടക്കം, അതുപോലെ രാഷ്ട്രീയ രംഗത്തെ മന്ത്രിമാരായിട്ടുള്ള SP വേലുമണി സാറ് തമിഴ്നാട്ടിലെ, അതുപോലെ നമ്മുടെ O പന്നീർശെൽവം, രാധാകൃഷ്ണൻ, ഉടമല രാധാകൃഷ്ണൻ എന്നീ ഈവൻ കേരളത്തിലെ തന്നെ പ്രതിപക്ഷ നേതാവ്, മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല, അതുപോലെ തന്നെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ അടക്കം നിരവധിയായിട്ടുള്ള ആളുകൾ ഈ അമ്പലത്തിൽ വന്ന് വഴിപാടുകൾ കഴിക്കുകയും അവരുടെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാകുകയും ചെയ്യുന്നു. മീൻകുളത്തി ഭഗവതി ക്ഷേത്രം മനാടിയാർ സമുദായത്തിന്റെ ആത്മീയവും സാംസ്കാരികവുമായ കേന്ദ്രമാണ്. 110 മനകളിലായി വളർന്ന ഈ സമുദായം ക്ഷേത്ര ഉത്സവങ്ങളുടെ നടത്തിപ്പിൽ സജീവമായി പങ്കെടുക്കുന്നു. ക്ഷേത്രത്തിന്റെ ആചാരങ്ങളും ഉത്സവങ്ങളും കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും സംസ്കാരങ്ങളുടെ സമന്വയത്തെ പ്രതിനിധീകരിക്കുന്നു. മന്നാടിയാർ കുടുംബത്തിന്റെ വജ്രവ്യാപാര പാരമ്പര്യവും മീനാക്ഷി ദേവിയോടുള്ള അവരുടെ ഭക്തിയും ഈ ക്ഷേത്രത്തിന്റെ ചരിത്രത്തിൽ ആഴത്തിൽ വേരൂന്നിയിരിക്കുന്നു. മീൻകുളത്തി ഭഗവതി ക്ഷേത്രം വിശ്വാസത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ഒരു ജീവനുള്ള പ്രതീകമാണ്. ഒരു ഓലക്കുടയിൽ ദേവിയുടെ സാന്നിധ്യമായി എത്തിയ ഐതിഹ്യവും കേരളീയ വാസ്തുശൈലിയിൽ നിർമ്മിതമായ ക്ഷേത്രവും വർണ്ണാഭമായ ഉത്സവങ്ങളും ഈ ക്ഷേത്രത്തെ ഒരു തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുന്നു. ഭക്തർക്ക് ആത്മീയ ശാന്തിയും സാംസ്കാരിക അനുഭവവും രോഗശാന്തിയും നൽകുന്ന ഈ ക്ഷേത്രം പല്ലശ്ശന ഗ്രാമത്തിന്റെ ഹൃദയമാണ്. പാലക്കാടിന്റെ പച്ചപ്പ് നിറഞ്ഞ നെൽവയലുകൾക്കിടയിലൂടെ ഈ ക്ഷേത്രത്തിലേക്കുള്ള യാത്ര ഭക്തിയുടെയും പ്രകൃതി ഭംഗിയുടെയും ഒരു അനുഭവമാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഈ ദിവസത്തെ പ്രധാന വാർത്തകളിലേക്ക് കടക്കുന്നു. ജ്യോതിഷ തീർത്ഥാടന വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാ പ്രേക്ഷകർക്കും രാവിലെയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഇന്ന് നല്ലൊരു ദിവസമായിരിക്കട്ടെ, നല്ല പ്രതീക്ഷയുടെ ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്നത്തെ വാർത്തകളിലേക്ക് പോകുമ്പോൾ പ്രധാനമായും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ്. അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് BJPയും CPM അടക്കമുള്ള പാർട്ടികൾ ആവശ്യം ഉന്നയിച്ച് രംഗത്ത് വരുമ്പോൾ അതിനെ ഏത് രീതിയിൽ കോൺഗ്രസ് പ്രതിരോധിക്കുമെന്ന് തന്നെയാണ് ഇനി നോക്കിക്കാണേണ്ടത്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാന വാർത്തകൾ എന്തൊക്കെയാണെന്ന് നോക്കി വരാം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കില്ല, ഉടൻ രാജിവെക്കേണ്ടെന്ന് കോൺഗ്രസ്. രാഹുലിനെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കാൻ പാർട്ടി തല സമിതി. പ്രതിഷേധം കടുപ്പിക്കാൻ ഇടതുമുന്നണിയും BJPയും. വരുന്ന തെരഞ്ഞെടുപ്പുകൾക്ക് അന്തിമ രൂപം നൽകാൻ അമിത്ഷാ വീണ്ടും കേരളത്തിൽ. നിയമസഭാ സ്ഥാനാർത്ഥി നിർണയത്തിൽ നിർണായക തീരുമാനം കാത്ത് BJP. അന്തരിച്ച പീരുമേട് MLA വാഴൂർ സോമന്റെ സംസ്കാരം ഇന്ന്. വണ്ടിപ്പെരിയാറിൽ പൊതുദർശനം. ഓർമ്മയാകുന്നത് തോട്ടം തൊഴിലാളി സംഘടനാ പ്രവർത്തനത്തിലെ സജീവ സാന്നിധ്യം. സംസ്ഥാനത്ത് അനധികൃത പണം ഒഴുകുന്നു. കള്ളപ്പണം വെളുപ്പിക്കാനും സൈബർ തട്ടിപ്പിനും ഇരകൾ വിദ്യാർത്ഥികൾ. മ്യൂൾ അക്കൗണ്ടുകളുടെ ഹോട്ട്സ്പോട്ടായി കേരളം. ഏഷ്യാ കപ്പിൽ ഇന്ത്യ പാക് മത്സരം. പാകിസ്ഥാനെതിരെ കളിക്കാൻ ഇന്ത്യക്ക് കേന്ദ്ര സർക്കാർ അനുമതി. ഉഭയകക്ഷി പരമ്പരയ്ക്കുള്ള വിലക്ക് തുടരും. വാർത്തകളിലേക്ക് വിശദമായി വരുമ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് തന്നെയാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവി രാജിവെച്ചെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പ്രതിഷേധം അവസാനിക്കില്ല. ധാർമ്മികത പാലിക്കാത്ത രാഹുൽ MLA സ്ഥാനവും രാജിവെക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. ഇടതുമുന്നണിയും BJPയും രാജി ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞു. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നൊരുക്കം ആരംഭിച്ച കോൺഗ്രസിനും വെള്ളിടിയായി മാറിയിരിക്കുകയാണ് MLAക്കെതിരെ കൂട്ടത്തോടെ ഉയർന്ന ലൈംഗികാരോപണ പരാതികൾ. എന്നാൽ രാഹുൽ രാജിവെക്കേണ്ടതില്ലെന്നാണ് കോൺഗ്രസിലെ തീരുമാനം.
ആരോപണം ഗുരുതരമെങ്കിലും രാഹുൽ MLA സ്ഥാനം ഉടൻ രാജിവെക്കേണ്ടെന്നാണ് ഹൈക്കമാൻഡും സംസ്ഥാന നേതൃത്വവും തീരുമാനിച്ചിട്ടുള്ളത്. പീഡന പരാതി ഉയർന്നിട്ടും ഭരണപക്ഷ MLA M. മുകേഷും കോൺഗ്രസ് MLA എൽദോസ് കുന്നപ്പള്ളിലും രാജിവെച്ചിരുന്നില്ല. ഈ മാതൃക പിന്തുടരാനാണ് നിർദ്ദേശം. എന്നാൽ തെളിവുകളോടെ കൂടുതൽ ആരോപണങ്ങൾ ഉയർന്നുവരികയും നിയമ നടപടിയിലേക്ക് നീങ്ങുകയും ചെയ്താൽ തീരുമാനം കോൺഗ്രസ് നേതൃത്വം പുനഃപരിശോധിക്കും. രാഹുലിനെതിരെ കടുത്ത അതൃപ്തി കോൺഗ്രസ് ക്യാമ്പിലുമുണ്ട്. രാഹുൽ രാജിവെക്കണമെന്ന് കടുത്ത നിലപാടിലായിരുന്നു പ്രതിപക്ഷ നേതാവ്. പക്ഷേ ഇതിന് പാർട്ടി കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങളുടെ പിന്തുണ ലഭിച്ചില്ല. ആഭ്യന്തര വകുപ്പും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. കേസെടുക്കാൻ തക്ക പരാതികൾ ലഭിച്ചാൽ നടപടിയുണ്ടാകും. അതുവരെ രാഹുലിനെതിരെ നിയമപരമായി നീങ്ങില്ല. വരും ദിവസങ്ങളിൽ കൂടുതൽ പരാതികൾക്കും സാധ്യതയുണ്ട്. ഇടതുമുന്നണി ഔദ്യോഗികമായി തന്നെ രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ടു കഴിഞ്ഞു. BJPയും ഈ ആവശ്യമുന്നയിച്ച് പ്രക്ഷോഭത്തിലാണ്. കോൺഗ്രസിനുള്ളിൽ നിന്നും രാഹുലിനെതിരെ ശക്തമായ നീക്കങ്ങളുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് അന്തിമ രൂപം നൽകാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് വീണ്ടും കേരളത്തിലെത്തുകയാണ്. ജില്ലാ ചുമതല ഉൾപ്പെടെ വഹിക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കളുടെ യോഗത്തിൽ തന്ത്രങ്ങൾക്ക് അന്തിമ രൂപം നൽകും. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച നിർണായക തീരുമാനങ്ങളും ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് മാത്രമല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി ലക്ഷ്യം വെച്ചുള്ള തന്ത്രങ്ങളാണ് BJP ആവിഷ്കരിക്കുന്നത്. ഒരു മാസത്തെ ഇടവേളയ്ക്കിടെ ഇത് രണ്ടാം തവണയും അമിത്ഷാ നേരിട്ടെത്തുന്നത് കേരളത്തെ കാര്യമായി ലക്ഷ്യം വെച്ചുകൊണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുതിർന്ന നേതാക്കൾക്ക് നിയമസഭാ മണ്ഡലങ്ങളുടെ ചുമതലയാണ് BJP നൽകുന്നത്. ഇതേ മണ്ഡലങ്ങളിൽ തന്നെ നേതാക്കളെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കളത്തിലിറക്കാനാണ് ആലോചന. ഒരു നിയമസഭാ മണ്ഡലത്തിന് ഒന്നിലധികം നേതാക്കൾക്ക് ചുമതല നൽകും. പ്രമുഖ നേതാക്കൾക്ക് 2 വീതം മണ്ഡലങ്ങളുടെ ചുമതലയാണ് ആലോചനയിലുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇതേ മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്നതിലൂടെ നേതാക്കൾക്ക് താഴെത്തട്ടിൽ ബന്ധങ്ങൾ രൂപപ്പെടുമെന്ന് BJP വിലയിരുത്തുന്നു. ഇതോടെ മാസങ്ങൾക്കുള്ളിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രവർത്തനം എളുപ്പമാകും. ഫലത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് BJP കടക്കുന്നു എന്നർത്ഥം. 30 A-ക്ലാസ് മണ്ഡലങ്ങളുടെ ചുമതലയിലേക്ക് ആരൊക്കെ എത്തുമെന്ന് ഇന്നത്തെ യോഗത്തോടെ ധാരണയാക്കാനാണ് തീരുമാനം. തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളുടെ തുടർച്ചയായി നാളെ തൃശൂരിൽ സംസ്ഥാനതല ശില്പശാലയും BJP നടത്തുന്നുണ്ട്. G. ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. അന്തരിച്ച പീരുമേട് MLA വാഴൂർ സോമന്റെ സംസ്കാരം ഇന്ന് നടക്കും. മൃതദേഹം പുലർച്ചെയോടെ തിരുവനന്തപുരത്ത് നിന്ന് പീരുമേട് എത്തിച്ചു. വൈകിട്ട് 4-ന് വീട്ടുവളപ്പിലാണ് സംസ്കാരം. രാവിലെ വണ്ടിപ്പെരിയാർ ടൗൺ ഹാളിൽ പൊതുദർശനമുണ്ടാകും. ഇന്നലെ MN സ്മാരകത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ വാഴൂർ സോമന് അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. ഇന്നലെ തിരുവനന്തപുരം ILDMൽ ഇടുക്കി ജില്ലാ റവന്യൂ അസംബ്ലിയിൽ പങ്കെടുത്ത് മടങ്ങവേ കുഴഞ്ഞു വീഴുകയായിരുന്നു. വിവരങ്ങളുമായി പ്രിൻസ് ജെയിംസ് ചേരുന്നുണ്ട്. പ്രിൻസ്, സംസ്കാരത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമായോ? എന്താണ് നിലവിലെ സാഹചര്യം? അനുശ്രീ, തിരുവനന്തപുരത്ത് നിന്നും ഇന്ന് പുലർച്ചെയാണ് അദ്ദേഹം വളാടിയിലെ പീരുമേട് വാളാടിയിലെ വസതിയിലേക്ക് എത്തിച്ചത്. നിലവിൽ 10:30 വരെ വീട്ടിലെ പൊതുദർശനം തുടരും. അതിനുശേഷമായിരിക്കും വണ്ടിപ്പെരിയാറിലേക്ക് പൊതുദർശനമായി മാറ്റുക. 11 മണിയോടെ വണ്ടിപ്പെരിയാറിലെ കമ്മ്യൂണിറ്റി ഹാളിലേക്ക് പൊതുദർശനമായി മൃതദേഹം മാറ്റും. തുടർന്ന് പമ്പനാറിലായിരിക്കും സംസ്കാരം നടക്കുക. വൈകുന്നേരത്തോടെ സംസ്കാരം നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. 4 മണിയോടെ സംസ്കാരം നടത്താനുള്ള നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് പൊതുപരിപാടിക്കിടെയായിരുന്നു ഇന്നലെ പീരുമേട് MLA വാഴൂർ സോമന്റെ മരണം. പ്രത്യേകിച്ചും ഇടുക്കിയിലെ പട്ടയ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്കിടെ റവന്യൂ വകുപ്പുമായുള്ള ചർച്ചകൾക്കിടെയായിരുന്നു മരണം സംഭവിച്ചത്. 1976 കാലഘട്ടത്തിൽ ഇടുക്കിയിലേക്ക് എത്തിയ വാഴൂരിൽ നിന്ന് ഇടുക്കിയിലേക്ക് എത്തിയ വാഴൂർ സോമൻ തോട്ടത്തൊഴിലാളികളുടെ ഇടയിൽ പ്രവർത്തിച്ചിരുന്ന നേതാവായിരുന്നു. CPIയുടെ AIF അടക്കമുള്ള സംഘടനകൾ പ്രവർത്തിച്ചുകൊണ്ടാണ് പിന്നീട് തോട്ടം തൊഴിലാളികളുടെ ഉന്നമനത്തിനായി അദ്ദേഹം പ്രവർത്തിച്ച് രംഗത്ത് വന്നത്. തോട്ടം തൊഴിലാളികളുടെ നിരവധിയായ പ്രശ്നങ്ങൾ നിരന്തരമായി ഇടപെട്ട ജനപ്രതിനിധിയായിരുന്നു വാഴൂർ സോമൻ MLA. പൊതുപ്രവർത്തന രംഗത്തും തുടർന്ന് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്ന കാലഘട്ടത്തിൽ പോലും നിരവധിയായ പ്രശ്നങ്ങളിലേക്ക് ഇടപെടുകയും തോട്ടം തൊഴിലാളികളുടെയും ഇടുക്കിയിലെ ഭൂവിഷയങ്ങളുടെയും ഒപ്പം പട്ടയ വിഷയങ്ങളുടെയും ഒക്കെ പ്രശ്നങ്ങളിലേക്ക് വാഴൂർ സോമൻ നിരന്തരമായി ഇടപെട്ടിരുന്നു. അവസാന നിമിഷം പോലും, അതായത് അദ്ദേഹം മരണം സംഭവിക്കുന്ന സാഹചര്യത്തിൽ പോലും ഇടുക്കിയുടെ പട്ടയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട, പ്രത്യേകിച്ചും പീരുമേടിന്റെയും വാഗമണിന്റെയും ഒക്കെ പട്ടയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുടെ ചർച്ചയ്ക്കിടെയായിരുന്നു അദ്ദേഹത്തിന്റെ മരണവും സംഭവിക്കുന്നത്. അപ്പം ഇടുക്കിയുടെ വിവിധ കാലഘട്ടങ്ങളിൽ തോട്ടത്തൊഴിലാളികളൊപ്പം നിന്ന ഒരു നേതാവ് കൂടിയാണ് ഇടുക്കിക്ക് നഷ്ടമായിരിക്കുന്നത്. എന്തായാലും സംസ്കാര ചടങ്ങുകൾ വൈകുന്നേരത്തോടെ 4 മണിയോടെ പാപ്പനാറിൽ നടക്കും. ശരി, അന്തരിച്ച പീരുമേട് MLA വാഴൂർ സോമന്റെ സംസ്കാരം ഇന്ന് നടക്കും. മൃതദേഹം പുലർച്ചെയോടെ തിരുവനന്തപുരത്ത് നിന്ന് പീരുമേട് എത്തിച്ചു. വിവരങ്ങൾ നൽകിയത് പ്രിൻസ് ജെയിംസ് ആണ്. മറ്റു വാർത്തയിലേക്ക് പോകുമ്പോൾ
വാഴൂർ സോമന്റെ നിര്യാണത്തിലൂടെ പീരുമേടിന് നഷ്ടമായത് തോട്ടം തൊഴിലാളികളെ സംഘടിപ്പിച്ച് വളർന്ന ഒരു നേതാവിനെയാണ്. 1974 മുതൽ പൊതുരംഗത്തെത്തിയ വാഴൂർ സോമൻ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ടത്. കോൺഗ്രസിലെ സിറിയക് തോമസിനെ 1835 വോട്ടിനാണ് അന്ന് വാഴൂർ സോമൻ പരാജയപ്പെടുത്തിയത്. സ്വദേശമായ കോട്ടയം വാഴൂരിൽ നിന്ന് 1976 വാഴൂർ സോമൻ ഇടുക്കിയിലെ പീരുമേട്ടിലേക്ക് എത്തിയത്. പീരുമേട് ഗ്ലെൻമേരി എസ്റ്റേറ്റിലെ ജീവനക്കാരനായിരുന്ന ജ്യേഷ്ഠൻ ദാസിനൊപ്പമായി ആദ്യ കാലഘട്ടത്തിൽ പീരുമേട്ടിലെ താമസം. അക്കാലഘട്ടത്തിൽ തന്നെ പീരുമേട് കേന്ദ്രീകരിച്ച് CPIയുടെ യുവജന വിദ്യാർത്ഥി സംഘടനകളായ AISFന്റെയും AIYFന്റെയും രൂപീകരണത്തിലും പ്രവർത്തനത്തിലും നേതൃത്വതലത്തിൽ പങ്കാളിയായി. ഇതിന്റെ തുടർച്ചയായി പ്രദേശത്തെ തോട്ടങ്ങൾ കേന്ദ്രീകരിച്ച് തൊഴിലാളികളെ സംഘടിപ്പിച്ച് വാഴൂർ സോമന്റെ നേതൃത്വത്തിൽ ട്രേഡ് യൂണിയൻ പ്രവർത്തനം സജീവമായി. 1978 ഹൈറേഞ്ച് എസ്റ്റേറ്റ് ലേബർ യൂണിയൻ രൂപീകരിച്ച് അതിന്റെ ജനറൽ സെക്രട്ടറിയായി. നിലവിൽ ഇതേ സംഘടനയുടെ പ്രസിഡന്റ് ചുമതലയും വഹിച്ചിരുന്നു. നിരവധി തൊഴിൽ പ്രശ്നങ്ങളിൽ ഇടപെടുകയും മറ്റും ചെയ്തിരുന്നു. എസ്റ്റേറ്റുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ നിരവധി തൊഴിൽ സമരങ്ങളിലും പ്രതിഷേധങ്ങളിലും പങ്കെടുത്തിരുന്നു. ഇത് AITUCയുമായി ബന്ധപ്പെട്ട നിരവധി തൊഴിലാളി സംഘടനകളുടെ വളർച്ചയ്ക്കും ഇടയാക്കി. തൊഴിൽ തർക്കവുമായി ബന്ധപ്പെട്ട് 1980 വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടത്തിയ ചർച്ച വാക്കേറ്റത്തിൽ എത്തുകയും വാഴൂർ സോമന് ഗുരുതരമായ പോലീസ് മർദ്ദനം ഏൽക്കുകയും ചെയ്തിരുന്നു. ഇതക്കാലത്ത് വലിയ പ്രതിഷേധങ്ങൾക്കും മറ്റും ഇടയാക്കി. അന്നത്തെ പോലീസ് മർദ്ദനത്തിന്റെ തുടർച്ചയായുണ്ടായ ശാരീരിക പ്രശ്നങ്ങളുമായിട്ടായിരുന്നു സോമന്റെ തുടർന്നുള്ള ജീവിതം. പിന്നീട് CPIയുടെ വിവിധ ചുമതലകൾ വഹിക്കുകയും 2010 മുതൽ 2015 കാലഘട്ടത്തിൽ വണ്ടിപ്പെരിയാർ ഡിവിഷനിൽ നിന്നും ജില്ലാ പഞ്ചായത്ത് അംഗമായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. നിലവിൽ CPI സംസ്ഥാന കൗൺസിൽ അംഗം, AITUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്നീ പദവികളും AITUCയുടെ കീഴിലുള്ള വിവിധ തൊഴിലാളി സംഘടനകളുടെ ചുമതലകളും ഇദ്ദേഹം വഹിച്ചിരുന്നു. ന്യൂസ് 18 ഇടുക്കി. നിയമവിരുദ്ധമായി പണം കൈകാര്യം ചെയ്യുന്ന മ്യൂൾ അക്കൗണ്ടുകളുടെ ഹോട്ട്സ്പോട്ടായി കേരളം മാറുകയാണെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതിയാണ് ഈ വിവരങ്ങൾ പുറത്തുവിടുന്നത്. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ വ്യാജ സാമ്പത്തിക ഇടപാടുകളുടെ ഇരകളാകുന്നതായാണ് കണ്ടെത്തൽ. സംസ്ഥാനത്ത് 57 ലക്ഷം ബാങ്ക് അക്കൗണ്ട് ഉടമകളാണ് KYC നടപടികൾ ഇനിയും പൂർത്തിയാക്കാനുള്ളത്. മ്യൂൾ അക്കൗണ്ടുകളിലൂടെ കോടികളുടെ വ്യാജ സാമ്പത്തിക ഇടപാടുകൾ സംസ്ഥാനത്ത് നടക്കുന്നതായാണ് ബാങ്കേഴ്സ് സമിതിയുടെ ആരോപണം. കള്ളപ്പണം വെളുപ്പിക്കലും മറ്റ് സൈബർ തട്ടിപ്പ് വഴിയുള്ള പണവുമാണ് ഇത്തരം അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കുന്നത്. 18-നും 25-നും ഇടയിൽ പ്രായക്കാരായ വിദ്യാർത്ഥികളെയാണ് പ്രലോഭിപ്പിച്ച് തട്ടിപ്പിന്റെ ഇരകളാക്കുന്നതെന്നാണ് കണ്ടെത്തൽ. വളരെ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഈ പറയുന്ന മ്യൂൾ അക്കൗണ്ട്, വാടകയ്ക്ക് എടുക്കുന്ന അക്കൗണ്ട്. അതുകൊണ്ട് ഈ ട്രാപ്പിൽ ആരും വീഴാതിരിക്കുക. കാരണം ഇത് എന്ത് സംഭവിക്കുന്നത്, നാളെ ആദ്യം ഇൻകം ടാക്സിൽ നിന്ന് വരും, കോടികളാണ് മറിയുന്നത്. അവർക്കറിയില്ല 57 ലക്ഷമാണ് നമ്മുടെ ഇപ്പോൾ KYC ചെയ്യാനുള്ളത്. 57 ലക്ഷം അക്കൗണ്ടുകൾ കേരളത്തിൽ KYC നടപടികൾ ഇനിയും പൂർത്തിയാക്കാത്തതായുണ്ട്. മൊത്തം അക്കൗണ്ടുകളുടെ 20% വരുന്നതാണ് ഈ സംഖ്യ. ഇതിൽ 90% ജൻധൻ അക്കൗണ്ടുകളാണ്. എല്ലാ അക്കൗണ്ടുകൾക്കും KYC ബാധകമാണ്. ജനധൻ അക്കൗണ്ട് തുടങ്ങിയിട്ട് ട്രാൻസാക്ഷൻ ഇല്ലാത്ത, ഒരു ട്രാൻസാക്ഷൻ പോലും ഇല്ലാത്ത അക്കൗണ്ട് വളരെ ചുരുക്കം അക്കൗണ്ടേ വരും. ജൻധൻ 90% വരും. വിക്ടിംസിനെ എങ്ങനെ ടാർഗറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് അറിയുന്നില്ലല്ലോ ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻ നടക്കുന്നൊന്നും അറിയില്ല. അവരുടെ മൊബൈൽ നമ്പറിലേക്ക് വരില്ല. കാരണം ഈ പറയുന്ന ഫ്രോഡ്സ്റ്ററിന്റെ മൊബൈൽ നമ്പറാണ് കൊടുക്കുന്നത്. തട്ടിപ്പ് തടയുന്നതിനായി ഓരോ പഞ്ചായത്തിലും ബാങ്കുകളുടെ നേതൃത്വത്തിലാണ് ജനസുരക്ഷാ പ്രചാരണം നടക്കുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പ്രത്യേക ക്യാമ്പയിനുകൾ പുരോഗമിക്കുകയാണെന്നും ബാങ്കേഴ്സ് സമിതി അറിയിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. ഏഷ്യ കപ്പിൽ ഇന്ത്യ-പാക് മത്സരം ഉറപ്പായിരിക്കുകയാണ്. പാകിസ്ഥാനെതിരെ കളിക്കാൻ ഇന്ത്യക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകി. എന്നാൽ പാകിസ്ഥാനുമായി ഉഭയകക്ഷി പരമ്പരയ്ക്കുള്ള വിലക്ക് തുടരും. വിവരങ്ങളുമായി രാകേഷ് ചേരുന്നു. രാകേഷ്, പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ എടുത്തിയൊരു തീരുമാനം, ആ തീരുമാനത്തിൽ കേന്ദ്ര സർക്കാർ അയവ് വരുത്തിയിരിക്കുകയാണല്ലേ? അങ്ങനെയല്ല. കാരണം പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഈ മത്സരത്തിൽ പാകിസ്ഥാനുമായി കളിക്കരുതെന്ന അഭിപ്രായങ്ങൾ പല കോണുകളിൽ നിന്ന് ഉയർന്നിരുന്നു. മാത്രവുമല്ല, അതിനുശേഷം ലെജൻഡ്സ് ലീഗ് നടന്നു. ആ ലെജൻഡ്സ് ലീഗിലെ സെമി ഫൈനലിലെത്തിയത് ഇന്ത്യയും പാകിസ്ഥാനുമാണ്. പക്ഷേ ഇന്ത്യ ആ മത്സരത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു. ഇതോടുകൂടിയാണ് ഏഷ്യ കപ്പിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ചില ആശങ്കകൾ വന്നും അനിശ്ചിതത്വമൊക്കെ ഉണ്ടാവുകയും ചെയ്തത്. ഏതായാലും ആ അനിശ്ചിതത്വങ്ങൾ ഇപ്പോൾ നീക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. കേന്ദ്ര കായിക മന്ത്രാലയം, കേന്ദ്ര സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഏഷ്യ കപ്പ് ഉൾപ്പെടെ അല്ലെങ്കിൽ ലോകകപ്പ് ഉൾപ്പെടെയുള്ള
വലിയ ടൂർണമെന്റുകളിൽ പാകിസ്ഥാനുമായി മത്സരിക്കുന്നതിന് കുഴപ്പമില്ല. നിലവിൽ എങ്ങനെയാണോ തുടരുന്നത് ആ രീതി തുടരും എന്ന് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ മറ്റു തരത്തിൽ, അതായത് രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ ഉഭയകക്ഷി പരമ്പരകൾ ഉണ്ടാകില്ല. അതായത് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ഒരു പരമ്പര കളിക്കാനായി പോകില്ല, മറിച്ച് പാകിസ്ഥാനും ഇന്ത്യയിലേക്ക് ഒരു പരമ്പര കളിക്കാനായി ഇങ്ങോട്ടും വരില്ല. ഇത് കൂടാതെ ദുബായ് അടക്കമുള്ള നിഷ്പക്ഷ വേദികളിലും ഇരു രാജ്യങ്ങളും തമ്മിൽ മത്സരങ്ങൾ സംഘടിപ്പിക്കില്ല എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത്. കാരണം നേരത്തെ തന്നെ ഇന്ത്യ പാക് മത്സരങ്ങൾ ഉഭയകക്ഷി പരമ്പരകൾ നിർത്തിവെച്ചതാണ്. കാരണം ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഏറ്റവും അവസാനമായി ഒരു പരമ്പര ഉണ്ടായിട്ടുള്ളത് 2013-ലാണ്. അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് രണ്ട് രാജ്യങ്ങളും തമ്മിൽ പരമ്പര ഉണ്ടായിട്ടില്ല. പക്ഷേ ലോകകപ്പ് അടക്കമുള്ള വേദികളിൽ ഇരു രാജ്യങ്ങളും മാറ്റൊരുക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഇക്കാര്യത്തിൽ ചില വ്യക്തത വരുത്തിയിരിക്കുന്നത് ഈ സമീപകാലത്ത് ലെജൻസ് ലീഗിലടക്കം ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ താരങ്ങൾ പിന്മാറിയതുമായി ബന്ധപ്പെട്ട സാഹചര്യമൊക്കെ നിലനിൽക്കുകയാണ്. ഒരു പുതിയ നയം തന്നെ ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ഇന്ത്യ പാക് പരമ്പരകൾ, ഉഭയകക്ഷി പരമ്പരകൾ ഉണ്ടാകില്ല എന്ന് ഉറപ്പായി. പക്ഷേ ഏഷ്യ കപ്പിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരം ഉണ്ടാകും. കാരണം 9-ാം തീയതിയാണ് ഏഷ്യ കപ്പ് മത്സരം പരമ്പര ടൂർണമെന്റ് ആരംഭിക്കുന്നത്. അതിനുശേഷം 14-ാം തീയതിയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരം നിശ്ചയിച്ചിരിക്കുന്നത്. ശരി, ഏഷ്യ കപ്പിൽ ഇന്ത്യ പാക് മത്സരം ഉറപ്പായിരിക്കുകയാണ്. എന്നാൽ പാകിസ്ഥാനുമായി ഉഭയകക്ഷി പരമ്പരയ്ക്കുള്ള വിലക്ക് തുടരുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇ ആർ രാകേഷാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്താൻ ധാരണയായി. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക പിഴത്തീരുവ ഏർപ്പെടുത്തിയതിന് പിന്നാലെയുള്ള കൂടിക്കാഴ്ച നിർണായകമാണ്. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജെ ലാവ്റോവുമായി എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഒരിടവേളയാണ്, ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. തിരികെ വാർത്തകളിലേക്ക് വരുമ്പോൾ പാലക്കാട് നടുവട്ടം ഒന്നാന്തിപ്പടിയിലെ റോഡ് സുരക്ഷാ നടപടികൾ പൂർത്തിയായി. റോഡ് വീതി കൂട്ടി സംരക്ഷണ ഭിത്തി നിർമ്മിച്ചു. വാഹനാപകടങ്ങൾ കുറയ്ക്കാൻ ലക്ഷ്യമിട്ടാണ് ഈ പ്രവർത്തികൾ. കൊപ്പം വളാഞ്ചേരി പാതയിലെ ഒന്നാന്തിപ്പടിയിലാണ് സുരക്ഷാ നടപടികൾ നടപ്പാക്കുന്നത്. മേഖലയിൽ അപകടങ്ങൾ കൂടിയ സാഹചര്യത്തിലാണ് നടപടി. റോഡിന്റെ വശങ്ങളിൽ ഭിത്തി നിർമ്മിച്ചു, വീതി കൂട്ടി നവീകരിച്ചു. പാതയിലെ വിവിധയിടങ്ങളിൽ അപകടം പതിവായിരുന്നു. ഒന്നാന്തിപ്പടിയിലാകട്ടെ വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കാൻ പോലും കഴിയാത്ത വിധം റോഡിന് വീതി കുറവായിരുന്നു. പുലശ്ശേരി വളവിലും സമാന രീതിയിൽ അപകടാവസ്ഥ നിലനിൽക്കുന്നു. ഇവിടെയും നവീകരണ പ്രവർത്തനം നടത്തണമെന്ന ആവശ്യം ഉയരുന്നുണ്ട്. ന്യൂസ് 18 പാലക്കാട്. കേരളത്തിലെ ഒരു പ്രധാന വിനോദസഞ്ചാര മേഖലയാണ് ഇടുക്കി. എന്നാൽ ആ ഇടുക്കിയിലെ റോഡുകളെല്ലാം തകർന്നതോടെ വട്ടവടയിലെ ജനത കടുത്ത ദുരിതത്തിലായിരിക്കുകയാണ്. മഴക്കാലത്തിന് മുൻപേ റോഡ് നിർമ്മിക്കുമെന്ന് പ്രഖ്യാപനങ്ങൾ ഉണ്ടായെങ്കിലും ഒന്നും നടപ്പായില്ല. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡിലൂടെ കാൽനട യാത്ര പോലും കഴിയുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. റോഡ് തകർന്നത് വിനോദസഞ്ചാര മേഖലയ്ക്കും തിരിച്ചടിയായിരിക്കുകയാണ്. വട്ടവട ഗ്രാമപഞ്ചായത്തിലെ തകർന്നു കിടക്കുന്ന റോഡുകളുടെ അറ്റകുറ്റപ്പണി മഴക്കാലത്തിന് മുൻപേ പരിഹരിക്കുമെന്നായിരുന്നു ഉറപ്പ്. പക്ഷേ ഈ ഉറപ്പ് പാഴ്വാക്കായി. റോഡുകളുടെ നിർമ്മാണം നടക്കാത്തത് മൂലം യാത്ര ദുഷ്കരമായി. കുഴികളിൽ മഴക്കാലത്ത് ചെളിയും വെള്ളവും നിറഞ്ഞതോടെ കാൽനടയാത്ര പോലും കഴിയുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ഇതുവഴി നമുക്ക് നടക്കാൻ പോലും പറ്റുന്നില്ല. മഴയത്താണെങ്കിൽ പുഴ പോലെയാണ് റോഡിൽ കൂടി വെള്ളം ഒഴുകുന്നത്. ഗസ്റ്റുകൾ വണ്ടി കാറും കൊണ്ടുവന്നിട്ട് അവരുടെ കാറുകൾ കയറാതെ അടിയിടിച്ച് അടിയിലെ ബമ്പർ പോലെ വൻ നാശനഷ്ടമാണ്. ബൈക്ക് ഒരു ദിവസം മിനിമം ഒരു 3 ബൈക്കാരെങ്കിലും വീണ് അവർക്ക് പരിക്കേൽക്കുന്നുണ്ട്. സ്കൂള് തൊട്ട് താഴെ തന്നെ ഗവൺമെൻറ് സ്കൂളുണ്ട്. ആ സ്കൂളിലേക്ക് ചെറിയ പിള്ളേർക്ക് നടന്നു പോകാൻ പറ്റില്ല. അതിൻ്റെ തൊട്ട് താഴെ നേഴ്സറി സ്കൂളുണ്ട്. ഇതിനൊന്നും നമുക്ക് ബാധിക്കാൻ പറ്റില്ല. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ, പഞ്ചായത്തായാലും ശരി, നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് ആയാലും സെൻട്രൽ ഗവൺമെൻറ് ആയാലും നമുക്കതിനൊരു ഇത് പെട്ടെന്ന് ഒരു ഇത് എടുത്തു തരണം. കാരണം ഇത് പാസ്സായെന്നില്ലാതെ ആരും ഇതിനായിട്ടൊരു മുൻഗണന കൊടുക്കുന്നില്ല. റോഡ് തകർന്നതോടെ ഏറ്റവും അധികം കഷ്ടപ്പെടുന്നത് ആശുപത്രികളിലേക്ക് പോകേണ്ട രോഗികളും വിദ്യാർത്ഥികളുമാണ്. ഓട്ടോറിക്ഷ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ സർവീസ് നടത്താൻ മടിക്കുന്നതാണ് മറ്റൊരു പ്രതിസന്ധി. വാഹനങ്ങൾക്ക് ദിവസവും അറ്റകുറ്റപ്പണികൾ ഉണ്ടാവുന്നുവെന്നാണ് ഓട്ടോ തൊഴിലാളികളുടെ പരാതി. ഗതാഗതം ദുഷ്കരമായതോടെ വട്ടവടയുടെ കാർഷിക മേഖലയ്ക്കും വിനോദസഞ്ചാര സാധ്യതകൾക്കും തിരിച്ചടിയായി. പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങാതെ അടിയന്തരമായി വട്ടവടയിലെ റോഡുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 ഇടുക്കി.
പത്തനംതിട്ട കോന്നി KSRTC ഡിപ്പോയ്ക്ക് സ്ഥലം നികത്തി കെട്ടിടം നിർമ്മിച്ചത് സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ. സ്ഥലമുടമയുടെ ഹർജിയിൽ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്താൻ ഹൈക്കോടതി റവന്യൂ വകുപ്പിന് നിർദ്ദേശം നൽകിയിരുന്നു. കയ്യേറ്റം കണ്ടെത്തിയതോടെ ഡിപ്പോയുടെ നിർമ്മാണം അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. കോന്നി മങ്ങാരം വാലുതുണ്ടിൽ എസ് രവിയുടെ ഉടമസ്ഥതയിലുള്ള 1 ഏക്കർ 10 സെന്റ് സ്ഥലമാണ് കോന്നി KSRTC ഡിപ്പോയ്ക്കായി കയ്യേറിയത്. സ്ഥലം ഏറ്റെടുക്കാമെന്ന ഉറപ്പിലായിരുന്നു ആദ്യഘട്ടത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ. എന്നാൽ ഏറ്റെടുത്ത ഭൂമിക്ക് പണം നൽകാതെ നിർമ്മാണം നടത്തിയതോടെ ഉടമ ഹൈക്കോടതിയെ സമീപിച്ചു. കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ സർവേയിൽ സ്ഥലം കയ്യേറിയിട്ടുണ്ടെന്ന് വ്യക്തമായി. തുടർന്ന് സ്വകാര്യ വ്യക്തിയുടെ ഭൂമി ഹൈക്കോടതി ഉത്തരവ് പ്രകാരം അളന്ന് മാർക്ക് ചെയ്തു നൽകി. 2015 ആയപ്പോൾ ഞാൻ അപ്രോച്ച് ചെയ്ത് എനിക്ക് പൈസ സെറ്റിൽ ചെയ്ത് അപ്പോഴത്തേനും ഒരു മണ്ണിട്ടൊക്കെ നികത്തി. ഞാൻ തന്നെ അവർ തരാം അത് ചെയ്യാം ഇത് ചെയ്യാം. അവിടെ പോയിട്ടുണ്ട്, ഫയൽ അവിടെ ട്രൈബ്യൂണലിലാണ്, കളക്ടർ ഓഫീസിലാണ് പറഞ്ഞത്. ഞാൻ ട്രൈബ്യൂണലിൽ കയറി ഇറങ്ങി. അവസാനം 2016 ട്രൈബ്യൂണലിലുള്ള അവിടെ പറഞ്ഞു എന്നോട് പറഞ്ഞു കേസ് കൊടുക്കാതെ രക്ഷയില്ല. അങ്ങനെ കേസ് ഫയൽ ചെയ്ത് 2017 ഹൈക്കോർട്ട് ഓർഡർ വന്നു. 3 മാസത്തിനകം സെറ്റിൽ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് യാതൊരു അവകാശമില്ല. അതൊക്കെ കണക്റ്റഡ് ആയിട്ടുള്ള അതോറിറ്റീസിനൊന്നും ഒരു അവകാശമില്ല. 2017 ഹൈക്കോർട്ട് ഓർഡർ വന്നു. ആരും ഒന്നും ചെയ്തില്ല. ഞാനും പിന്നെ ഫോളോ അപ്പ് ചെയ്തില്ല. സ്ഥലം എൻ്റെ പേരിലല്ലേ കിടക്കുന്നു. ഞാൻ ടാക്സ് അടച്ചുകൊണ്ടിരുന്നു. പിന്നെ 2021 ഇവർ അതോറിറ്റി ഫോൺ ചെയ്ത് ചോദിച്ചു ഞങ്ങളെല്ലാം സെറ്റ് ചെയ്ത് തരാം, സ്ഥലം ഡെവലപ്പ് ചെയ്ത് ഞാനപ്പോൾ ടാക്സ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. മുമ്പ് UDF സർക്കാരിന്റെ കാലത്ത് ഡിപ്പോയ്ക്ക് വേണ്ടി പഞ്ചായത്തിന്റെ കൈവശമുണ്ടായിരുന്ന 1 ഏക്കർ 93 സെന്റും വിലയ്ക്ക് വാങ്ങിയ 48 സെന്റും ചേർത്ത് 2 ഏക്കർ 41 സെന്റാണ് KSRTCക്ക് നൽകിയത്. നിലമായിരുന്ന സ്ഥലം പിന്നീട് മണ്ണിട്ട് നികത്തി. ഈ സമയം രവിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലം കൂടി ഏറ്റെടുക്കാതെയാണ് അധികൃതർ നികത്തിയത്. ഹൈക്കോടതിയിൽ നിന്ന് ഓർഡർ വന്നാണ് നിങ്ങളിപ്പോൾ കണ്ടത്. 19/6/25 ഹൈക്കോർട്ട് ഓർഡർ വന്നിട്ട് പറഞ്ഞു ടാക്സ് വാങ്ങിച്ചോളാം. അവർ KSRTC വിളിച്ച് KSRTC എഴുതി കൊടുത്തു ഞങ്ങളുടെ അല്ല സ്ഥലം, ഞങ്ങൾ എടുത്തിട്ടില്ല. ബാക്കിയുള്ള റവന്യൂ വിളിച്ചു. ഞങ്ങൾക്ക് അറിയത്തില്ല ഇത് ആരാ പേര് കിട്ടിയത്. ഉടനെ ടാക്സ് വാങ്ങിച്ച് റെസിപ്റ്റ് കൊടുക്കാൻ പറഞ്ഞു. ടാക്സ് വാങ്ങിച്ചു. ഉടമസ്ഥാവകാശം തിരിച്ചു കിട്ടി. എന്നിട്ട് രണ്ടാമത്തെ കോർട്ട് ഓർഡർ അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത് സർവേ ചെയ്ത് മുഴുവൻ സ്ഥലവും തിരിച്ച് ഉടമസ്ഥനെ ഏൽപ്പിക്കാൻ പറഞ്ഞു. അർഹമായ നഷ്ടപരിഹാരം ലഭിച്ചാൽ സ്ഥലം സർക്കാരിന് തന്നെ തിരികെ നൽകാനാണ് ഉടമയുടെ തീരുമാനം. ഇപ്പോൾ റവന്യൂ വകുപ്പ് മാർക്ക് ചെയ്ത ഭാഗം മതിൽ കെട്ടിത്തിരിക്കും. ഇതോടെ ഉദ്ഘാടനം അടുത്തിരുന്ന KSRTCയുടെ പദ്ധതി തന്നെ അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. ന്യൂസ് 18 പത്തനംതിട്ട. ഇടുക്കി പീരുമേടിന് സമീപം പ്ലാക്കടത്ത് വനവാസി സ്ത്രീ സീത മരിച്ചത് കാട്ടാന ആക്രമണത്തിലാണെന്ന് വ്യക്തമാക്കി പോലീസ് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷവും കുടുംബത്തിന് അർഹമായ പരിഗണന നൽകാതെ വനം വകുപ്പും ട്രൈബൽ വിഭാഗവും. ഭാര്യയുടെ മരണത്തിൽ ആരോപണ വിധേയനായപ്പോൾ താനും മക്കളും കടുത്ത മാനസിക സമ്മർദ്ദം നേരിട്ടെന്നും ആരും സഹായിക്കാൻ എത്തിയില്ലെന്നും സീതയുടെ ഭർത്താവ് ബിനു പറയുന്നു. സീതയുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്ന് പ്രഖ്യാപനം ഉണ്ടായിരുന്നുവെങ്കിലും ഈ തുക കൈമാറുന്ന കാര്യത്തിലും നടപടിയുണ്ടായിട്ടില്ല. ഭാര്യയുടെ മരണത്തിൽ സമൂഹം സംശയത്തോടെ നോക്കിയത് ബിനുവിനെയും മക്കളെയും കടുത്ത സമ്മർദ്ദത്തിലാക്കിയിരുന്നു. സീതയുടെ മരണം കാട്ടാന ആക്രമണത്തിലാണെന്ന് പലതവണ പറഞ്ഞിട്ടും ആരും വിശ്വസിക്കാൻ തയ്യാറായില്ല. തന്നെ കൊലപാതകയാക്കാൻ ശ്രമവും ഗൂഢാലോചനയും ഉണ്ടായെന്നും ബിനു പറയുന്നു. മക്കൾ രണ്ടുപേരും ഇനിയും സ്കൂളിൽ പോയി തുടങ്ങിയിട്ടില്ല. അമ്മയുടെ മരണത്തിൽ തെറ്റായ പ്രചാരണം മൂലമുണ്ടായ ഭയവും ആശങ്കയും ഇവരിൽ നിന്ന് ഇനിയും വിട്ടുമാറിയിട്ടുമില്ല. ഇപ്പോഴും പിള്ളേർക്ക് സ്കൂളിലൊന്നും പോകാൻ കഴിഞ്ഞിട്ടില്ല. പിള്ളേരെ സ്കൂളിൽ വിടണം. അവർക്ക് പഠിക്കണമെന്ന് താല്പര്യമുണ്ട്. പക്ഷേ ഇതേവരെ പിള്ളേർക്ക് പഠിക്കാൻ പോകാനൊരു മനസ്സങ്ങോട്ട് തോന്നുന്നില്ല. സീതയുടെ മരണം കാട്ടാന ആക്രമണത്തിൽ തന്നെയെന്ന് സ്ഥിരീകരിച്ച് കഴിഞ്ഞ ഞായറാഴ്ചയാണ് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. എന്നാൽ ഇതിനുശേഷവും വനം വകുപ്പിന്റെയും സർക്കാരിന്റെയും ഭാഗത്തു നിന്നും അനുകൂലമായ നിലപാട് ഉണ്ടായിട്ടില്ല. ബിനുവിന് കിട്ടേണ്ട ആനുകൂല്യം കോമ്പൻസേഷൻ കിട്ടണം. പിന്നെ തുടർന്നുള്ള ബിനുവിന് കിട്ടേണ്ട ജോലി അതും അവർ ജീവിക്കാനുള്ള ഒരു സംവിധാനം വേണമല്ലോ അവർക്ക്. അപ്പോൾ ആ തുടർന്നുള്ള ജോലിയിൽ അത് കൃത്യമായിട്ട് സ്ഥിരപ്പെടുത്തി കിട്ടാനുള്ള സംവിധാനവും കുട്ടികൾക്ക് പഠിച്ച് മുമ്പോട്ട് പോകാനുള്ള സൗകര്യവും ഉണ്ടാകണമെന്നൊരു അഭിപ്രായം എനിക്കുള്ളത്. കഴിഞ്ഞ ജൂൺ 13 പീരുമേട് പ്ലാക്കളത്തിന് സമീപം മീൻമുട്ടിയിൽ വെച്ച് കാട്ടാന ആക്രമണത്തിൽ സീത കൊല്ലപ്പെട്ടത്. പോസ്റ്റ്മോർട്ടത്തിൽ സീതയുടെ മരണം കൊലപാതകമാണെന്ന സംശയം ഫോറൻസിക് സർജൻ മുന്നോട്ട് വെച്ചു. പിന്നാലെ പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് മരണം കാട്ടാന ആക്രമണത്തിൽ തന്നെയെന്ന് സ്ഥിരീകരിച്ചത്. ന്യൂസ് 18 ഇടുക്കി. ചിങ്ങം പിറന്ന് ഓണം പടിവാതിക്കലെത്തിയതോടെ വിപണനമേളകളും സജീവമായിരിക്കുകയാണ്. നിംസ് മെഡിസിറ്റി ക്യാമ്പസിനുള്ളിൽ ഒരുക്കിയിരിക്കുന്ന നെയ്യാറ്റിൻകരയുടെ പരമ്പരാഗത ഉൽപ്പന്നങ്ങളുടെ വിപണനമേള ജനശ്രദ്ധ ആകർഷിക്കുകയാണ്. രാജ്യത്തിന് തന്നെ അഭിമാനമായ ബാലരാമപുരം കൈത്തറി ഉൽപ്പന്നങ്ങൾ, തൊഴുക്കൽ മൺപാത്രം, പഴമക്കാരിൽ നിന്ന് പകർന്നൊരുക്കിയ ഹെർബൽ സൗന്ദര്യവർദ്ധന വസ്തുക്കൾ എന്നിങ്ങനെ നീളുന്നു ഇവിടത്തെ വിപണനമേളയിലെ കാഴ്ചകൾ.
പരമ്പരാഗത തൊഴിൽ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ചിങ്ങം 1 തുടക്കം കുറിച്ച ഈ മേള 10 ദിവസമാണ് നീണ്ടു നിൽക്കുന്നത്. ഇപ്പോൾ പരമ്പരാഗത തൊഴിൽ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഒരു നയമാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ മൺപാത്രമായാലും ഖാദി ആയാലും കൈത്തറി ആയാലും നമ്മുടെ പ്രകൃതിദത്ത ഉൽപ്പന്നങ്ങളായാലും എല്ലാത്തിനും മികച്ചൊരു പ്രതികരണമാണ് ഇവിടെ കിട്ടുന്നത്. ആൾക്കാർ വളരെ പ്രതീക്ഷയോട് കൂടിയാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. ഏറ്റവും കൂടുതലും വിറ്റ് പോകുന്നതും ഏറ്റവും കൂടുതൽ അതിന്റെ ട്രെൻഡി ആയിട്ട് പോകുന്നതും നമ്മുടെ ഖാദി സാരീസാണ്. കൈത്തറി ബാലരാമപുരം കൈത്തറിയാണ് ഏറ്റവും കൂടുതൽ ഇത് മുന്നിട്ട് നിൽക്കുന്നത്. പരമ്പരാഗത രീതിയിൽ ഉൽപ്പാദിപ്പിച്ചെടുത്ത ഹെർബൽ കാജൽ, സോപ്പുകൾ, വൈറ്റമിൻ സിറം, ബാലരാമപുരത്തിന്റെ തനത് വസ്ത്രങ്ങളായ കൈത്തറി സാരികൾ, കസവ് സാരികൾ, മുണ്ടുകൾ, ഖാദി ഉൽപ്പന്നങ്ങൾ, മൺപാത്ര ശില്പകലയിൽ പേരുകേട്ട തൊഴുക്കൽ മൺപാത്ര ഉൽപ്പന്നങ്ങൾക്ക് മൺവിളക്കുകൾ, വിവിധതരം ചട്ടികൾ, ദേവരൂപങ്ങൾ, മൺചിരാതുകൾ എന്നിവയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. கலெக்ஷன்லாம் நல்லா இருக்கு. அதெல்லாம் இங்க வந்து பார்த்தோம். இந்த சாரி பிடிச்சி எடுத்துட்டு போறோம். நாங்க மாத்தாண்டம் മുൻചിറയില ഇருந்து. ആമാ. കേരള തമിഴ്നാട് അതിർത്തി പ്രദേശങ്ങളിൽ നിന്നെത്തുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേരാണ് വിപണന മേളയിൽ പങ്കെടുത്ത് മടങ്ങുന്നത്. ന്യൂസ് 18 നെയ്യാറ്റിൻകര. വർക്കല പാപനാശം ബലിമണ്ഡപത്തിന് സമീപമുള്ള സംരക്ഷിത ക്ലിഫിന്റെ ഭാഗത്ത് വീണ്ടും നിയമവിരുദ്ധ നിർമ്മാണമെന്ന പരാതി. കഴിഞ്ഞ വർഷം പൊതുജനങ്ങളുടെ സുരക്ഷയ്ക്കായി ജില്ലാ കളക്ടറുടെ ഉത്തരവ് പ്രകാരം കുന്നിടിച്ചു മാറ്റിയ അതേ ഭാഗത്താണ് കഴിഞ്ഞ ദിവസം മുതൽ പുതിയ നിർമ്മാണം ആരംഭിച്ചത്. തീരദേശ പ്രദേശത്തെ നിർമ്മാണത്തിന് അനുമതിയോ നിരാക്ഷേപ പത്രമോ സാക്ഷ്യപത്രമോ ഇല്ല. തീരദേശ പരിപാലന വിജ്ഞാപനത്തിന്റെയും കേരള മുനിസിപ്പൽ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളുടെയും നഗ്നമായ ലംഘനമാണ് നടക്കുന്നത്. ഇത് ചൂണ്ടിക്കാട്ടി എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആൻഡ് റിസർച്ച് കൗൺസിൽ പ്രതിനിധി സഞ്ജീവ് SJ ആണ് പരാതി നൽകിയത്. വിനോദസഞ്ചാര വകുപ്പിൽ നിന്ന് 3 വർഷത്തേക്ക് ശുചിമുറി നടത്തിപ്പ് അവകാശം ലേലം കൊണ്ട ടൂറിസം കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഇതേ നടത്തിപ്പ് അവകാശം മറ്റ് വ്യക്തികൾക്ക് കൈമാറുകയായിരുന്നു. അവരാണ് യാതൊരു അനുമതിയും വാങ്ങാതെ സംരക്ഷിത കുന്നിൻ മുകളിൽ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത്. അനധികൃത നിർമ്മാണത്തെക്കുറിച്ച് കൗൺസിലർമാർ നഗരസഭയിൽ പരാതി ഉന്നയിക്കുകയും ഉടൻ തന്നെ സ്റ്റോപ്പ് മെമ്മോ നൽകുകയും ചെയ്തു. എന്നാൽ വീണ്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടർന്നപ്പോൾ സംഭവസ്ഥലത്തെത്തി പ്രതിഷേധം രേഖപ്പെടുത്തി. രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് വീണ്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചാൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് BJP അറിയിച്ചു. ന്യൂസ് 18 വർക്കല. ബിസിനസ് വഞ്ചന കേസിൽ ഡൊണാൾഡ് ട്രംപിന് ആശ്വാസം. കീഴ്ക്കോടതി ചുമത്തിയ $500 മില്യൺ പിഴത്തുക റദ്ദാക്കി. പിഴത്തുക അമിതമാണെന്ന് അപ്പീൽ കോടതി വിധിച്ചു. വലിയ വിജയമെന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം. വിവരങ്ങളുമായി ശ്രീജ ശ്യാം ചേരുന്നു. ശ്രീജ, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും ട്രംപിന്റെ കമ്പനിക്കും വലിയ ആശ്വാസമാകുന്ന ഒരു വിധിയാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. കീഴ്ക്കോടതി ചുമത്തിയ $454 മില്യൺ, അത് ഏതാണ്ട് ഇന്ത്യൻ രൂപയിൽ കണക്കാക്കിയാൽ 4300 കോടിയോളം വരും. അതിന്റെ പിഴത്തുകയും കൂടെ ചേർത്ത് $500 മില്യൺ കൂടുതൽ വരുന്ന പിഴത്തുക ഈടാക്കേണ്ടതില്ല എന്നതാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നുള്ള നിർണായകമായ ഉത്തരവ്. സർക്കാർ പൗരന്മാർക്കുമേൽ അമിത പിഴ ചുമത്തുന്നതോ അല്ലെങ്കിൽ അമിത ശിക്ഷ ചുമത്തുന്നതോ വിലക്കുന്ന ഒരു ഭരണഘടനാ ഭേദഗതിയുണ്ട് അമേരിക്കൻ ഭരണഘടനയിൽ. ഭരണഘടനയുടെ 8ാം ഭേദഗതി. ഇത് പ്രകാരമാണ് ഇപ്പോൾ ട്രംപിനും ട്രംപിന്റെ കമ്പനിക്കും ആശ്വാസമാവുന്ന വിധി വരുന്നത്. പക്ഷെ അതേസമയം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ട്രംപ് കുറ്റം ചെയ്തിട്ടില്ല എന്ന് കോടതി കണ്ടെത്തിയിട്ടില്ല. ട്രംപ് കുറ്റം ചെയ്തു എന്ന നിഗമനത്തിൽ തന്നെയാണ് കോടതിയുള്ളത്. പക്ഷേ ഇത്രയേറെ വലിയൊരു തുക, ഇതൊരു ഭീമമായ പിഴത്തുകയാണ്. അതുകൊണ്ട് തന്നെ ആ പിഴത്തുക ഈടാക്കുന്നതിൽ നിന്ന്, പിഴത്തുക ചുമത്തുന്നതിൽ നിന്ന് ഒഴിവാക്കുക മാത്രമാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഇൻഷുറൻസ് കമ്പനികൾ, ബാങ്കുകൾ, മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവയിൽ നിന്ന് നേട്ടം ഉറപ്പാക്കാൻ വേണ്ടി ട്രംപ് തന്റെ ആസ്തി പെരുപ്പിച്ച് കാണിച്ചു. 2014 ശേഷമുള്ള കാലയളവിൽ ആസ്തി പെരുപ്പിച്ച് കാണിച്ചു എന്നതാണ് കീഴ്ക്കോടതി കണ്ടെത്തിയിരുന്ന കുറ്റം. ഈ കുറ്റത്തിന് മേലാണ് ഇങ്ങനെ ഒരു വലിയ തുക ചുമത്തിയിട്ടുള്ളത്. കേസിൽ സമ്പൂർണ്ണ വിജയം എന്നാണ് ട്രംപിന്റെ ആദ്യ പ്രതികരണം വരുന്നത്. പക്ഷേ അത് സമ്പൂർണ്ണ വിജയം എന്ന് പറയാനാവില്ല. കാരണം ട്രംപിന് മേൽ ചുമത്തിയിട്ടുള്ള കുറച്ച് ഉപരോധങ്ങളുണ്ട്. ട്രംപിന്റെ കമ്പനിക്ക് മേൽ കീഴ്ക്കോടതി ചുമത്തിയ ഉപരോധങ്ങളുണ്ട്. അതെല്ലാം സാമ്പത്തിക ഉപരോധങ്ങൾ. അതെല്ലാം അതേപടി നിലനിൽക്കും. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ന്യൂയോർക്ക് കോടതി ഡൊണാൾഡ് ട്രംപിനെയും ട്രംപിന്റെ ട്രംപ് ഓർഗനൈസേഷനെയും ചുമത്തിയത്. $355 മില്യൺ ആയിരുന്നു ആദ്യഘട്ടത്തിൽ ചുമത്തിയത്. പിന്നീട് ആ പിഴത്തുക ഈ പിഴത്തുക അടയ്ക്കാത്തതിനെ തുടർന്ന് അത് $515 മില്യൺ ഈ തുക എത്തുകയാണ് ഉണ്ടായത്. എന്തായാലും ഡൊണാൾഡ് ട്രംപിനെയും ട്രംപ് ഓർഗനൈസേഷനെയും സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. ഒരുപക്ഷെ നമ്മൾ കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പിഴത്തുക ചുമത്തിയ കേസുകളിൽ ഒന്നായിരുന്നു ഇത്. അതിലാണ് ഇപ്പോൾ ട്രംപിന് ആശ്വാസം ഉണ്ടായിട്ടുള്ളത്. അനുശ്രീ.
ബിസിനസ് വഞ്ചന കേസിൽ ഡൊണാൾഡ് ട്രംപിന് ആശ്വാസം എന്ന വിവരമാണ് പുറത്തുവരുന്നത്. കീഴ്ക്കോടതി ചുമത്തിയ $500 മില്യൺ പിഴത്തുകയാണ് റദ്ദാക്കിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ശ്രീജ ശ്യാമാണ്. മറ്റു വാർത്തകളിലേക്ക് പോകുമ്പോൾ, പാഴായി പോകുന്ന പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് പൂക്കാലം തീർക്കുകയാണ് കൊണ്ടോട്ടി കിഴിശ്ശേരി സ്വദേശി അങ്ങാടിപ്പറമ്പിൽ ഷാഹിന ബഷീർ. ആകർഷകമായ അലങ്കാരപ്പൂക്കളിലൂടെ വരുമാനം കണ്ടെത്തുകയാണ് പ്രദർശനമേളകളിൽ നിറസാന്നിധ്യമാകുന്ന ഷാഹിന. പുല്ല്, മുള, ഇലകൾ, അടയ്ക്കാത്തൊണ്ട്, ചോളത്തൊലി, മരത്തൊലി തുടങ്ങി ഏത് വസ്തുവിലും ഷാഹിന വർണ്ണം വിരിയിക്കും. ഇവ കൊണ്ട് ആകർഷകമായ അലങ്കാരപ്പൂക്കൾ ഒരുക്കും. പൂക്കൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഓരോ വസ്തുവും എത്ര കാലം കേടാകാതിരിക്കുമെന്ന് മുൻകൂട്ടി അറിയാവുന്ന ഷാഹിന അവ തിരഞ്ഞുപിടിച്ചാണ് ശേഖരിക്കുന്നത്. ഒറിജിനൽ പുല്ലും പൂവും വിത്തുകളും ഇങ്ങനെയുള്ളൊക്കെ എടുത്തിട്ട് ഒരു 4-5 വർഷം കേടുകൂടാതെ നിൽക്കുന്ന രീതിയിലാക്കിയെടുക്കുന്ന വർക്കാണ് ഞാൻ ചെയ്യുന്നത്. സ്റ്റാർട്ടിങ് ഹസ്ബൻഡ് ആർട്ടിസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കല അറിയുന്നതുകൊണ്ട് എന്നെ പ്രോത്സാഹിപ്പിച്ചെടുത്ത് ഒരിക്കൽ ഒരാൾ കുറച്ച് ഫ്ലവർ ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടാക്കി കൊടുത്തു. ഫസ്റ്റിൽ അവരത് കൊണ്ടുപോയില്ല. പിന്നെ ഞാൻ ഇതെന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുമ്പോഴാണ് കുടുംബശ്രീയിലെ എക്സിബിഷന് പങ്കെടുത്തത്. ആ എക്സിബിഷനിലൂടെയാണ് പിന്നെ അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങിയത്. ചെറിയ വിലയ്ക്ക് ഫാബ്രിക് കളർ പൗഡറുകൾ കടകളിൽ കിട്ടും. പൂക്കളും തണ്ടുകളും വേറെ വേറെ ചായം തേച്ച് എക്സിബിഷനുകളിൽ എത്തിക്കുകയാണ് ഷാഹിനയുടെ പതിവ്. സ്റ്റോളിലിരുന്ന് ആളുകളുടെ മുന്നിൽ വെച്ചാണ് ബാക്കിയുള്ള നിർമ്മാണം. തീർത്തും പരിസ്ഥിതി സൗഹൃദമായ അലങ്കാരപ്പൂക്കൾ വീടുകളിൽ എത്തിക്കുക എന്നത് പ്രാധാന്യമർഹിക്കുന്ന പ്രവൃത്തിയാണെന്ന് ഷാഹിന വിശ്വസിക്കുന്നു. പ്ലാസ്റ്റിക് അല്ലാതെ മറ്റൊന്നും പാഴ്വസ്തുക്കളല്ലെന്നാണ് ഷാഹിനയുടെ നിരീക്ഷണം. പിന്നെ വ്യവസായത്തിൻ്റെ ഇതിലും പിന്നോക്ക വിഭാഗ കോർപ്പറേഷൻ്റെ ഇതിലും പിന്നെ ബാംബുവിൻ്റെ ഓഫീസിൽ നിന്ന് ഇവരിനൊക്കെ എനിക്ക് നല്ല സപ്പോർട്ടിങ് ആണ്. പിന്നെ എക്സിബിഷന് കൊണ്ടുപോയാൽ തന്നെ മൊത്തം എനിക്ക് സെയിൽ നടക്കാറുണ്ട്, മൊത്തം തീരാറുണ്ട്. കാഴ്ച പരിമിതർക്ക് മുളകൾ കൊണ്ടുള്ള അലങ്കാര വസ്തുക്കളുണ്ടാക്കാൻ പരിശീലനം നൽകുന്നുണ്ട് ഷാഹിന. അത്തരം കുട്ടികളെയും കൂട്ടി പലതരം പ്രദർശന വിപണന മേളകളിൽ പങ്കെടുക്കണമെന്നതും ഷാഹിനയുടെ ആഗ്രഹമാണ്. കുടുംബശ്രീ വഴിയാണ് ഷാഹിന ആദ്യം പൂക്കളുടെ വിപണി തിരിച്ചറിഞ്ഞത്. എൻ്റെ കേരളം, സരസ് തുടങ്ങിയ മേളകൾ വലിയ ഊർജ്ജമായി. വർഷത്തിൽ 8-10 മേള മതി ഒരു വർഷത്തേക്കുള്ള വരുമാനം കണ്ടെത്താൻ. ഉൽപ്പന്നങ്ങൾ എക്സിബിഷനുകളിൽ എത്തിക്കാൻ ജില്ലാ വ്യവസായ കേന്ദ്രം വലിയ പ്രോത്സാഹനവും പിന്തുണയും ഷാഹിനയ്ക്ക് നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 തിരൂർ. പാലക്കാട് ജനവാസ മേഖലയിൽ പാമ്പുകളുടെ സാന്നിധ്യം രൂക്ഷമാവുകയാണ്. അടുത്തിടെയായി നിരവധി പാമ്പുകളെയാണ് വീടുകളിലും റോഡുകളിലും നിന്ന് പിടികൂടിയത്. നാഗലശ്ശേരിയിൽ വീട്ടിലെ കോഴിക്കൂട്ടിൽ നിന്ന് ഉഗ്രവിഷമുള്ള മൂർഖൻ പാമ്പിനെ പിടികൂടി. ഇതിന് പിന്നാലെ ആനക്കര മേലഴിയും പ്രദേശത്ത് നിന്ന് 7 അടിയോളം വലുപ്പമുള്ള ഭീമൻ മലമ്പാമ്പിനെയും പിടികൂടി. പട്ടാമ്പി സെഷൻ വനംവകുപ്പ് റെസ്ക്യൂ വാച്ചർ സുധീഷ് കുട്ടനാട് പാമ്പിനെ പിടികൂടി. തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ വനമേഖലയിൽ തുറന്നുവിട്ടു. ഇടുക്കി കാഞ്ചിയാർ കുഴിയോടിപ്പടിയിലെ കോൺക്രീറ്റ് പാലം നിർമ്മാണം അനിശ്ചിതത്വത്തിൽ. നീക്കിവച്ച തുകയുടെ 3 ഇരട്ടി നിർമ്മാണത്തിനായി വേണ്ടിവരുമെന്ന് കണ്ടെത്തിയതോടെയാണ് പ്രവൃത്തി പ്രതിസന്ധിയിലായത്. നിർമ്മാണത്തിനായി 1 കോടിയിലധികം രൂപ വേണമെന്നാണ് സാങ്കേതിക വിഭാഗം പറയുന്നത്. കാഞ്ചിയാർ പഞ്ചായത്തിലെ തോവരയാർ മേഖലയിലെ പ്രധാന പാതയിലാണ് കുഴിയോടിപ്പടി പാലം. മുഖ്യമന്ത്രിയുടെ പ്രളയ പുനരുദ്ധാരണ പദ്ധതിയിൽപ്പെടുത്തിയാണ് പാലം നിർമ്മാണത്തിന് തുടക്കമിട്ടത്. 35 ലക്ഷം രൂപയും അനുവദിച്ചു. ആദ്യഘട്ട പരിശോധനകളിൽ കണ്ടെത്തിയ സ്ഥാനം അനുയോജ്യമല്ലെന്ന് സാങ്കേതിക വിഭാഗം വിലയിരുത്തിയതോടെ തൂണുകളുടെ ആഴവും വ്യാപ്തിയും മാറി. ഇതിനായി കൂടുതൽ തുക ആവശ്യമായതോടെ 13 ലക്ഷം രൂപ കൂടി ഗ്രാമപഞ്ചായത്ത് നീക്കിവെച്ചു. തൂണുകളുടെ പണികൾക്കായി മണ്ണ് മാറ്റിയതോടെ സാങ്കേതിക വിഭാഗം മുൻ തീരുമാനങ്ങളിൽ നിന്നും പിന്നോട്ടുപോയി. തൂണുകളുടെ അടിസ്ഥാനം ഉറപ്പിക്കണമെങ്കിൽ ഇനിയും കൂടുതൽ ആഴത്തിൽ മണ്ണ് മാറ്റി പാറ കണ്ടെത്തണമെന്നും ആകെ ചെലവ് 1 കോടിയോളം വേണമെന്നുമാണ് സാങ്കേതിക വിഭാഗം പറയുന്നത്. നിർമ്മാണം നിലച്ചതോടെ യാത്രാ ദുരിതം നേരിടുകയാണ് നാട്ടുകാർ. അതിന് ഉത്തരവാദിത്തപ്പെട്ടവരാരും ഇവിടെ വരുന്നുമില്ല. നോക്കാനും പിടിക്കാനും വന്ന് കണ്ടുപോടുന്ന പോകുന്നു. ഒരു ചുമതല ആയിട്ട് ആരും ചെയ്യുന്നില്ല. ഇപ്പോൾ പാലത്തിന്റെ നിർമ്മാണം പൂർണ്ണമായി മുടങ്ങി. ജനങ്ങൾക്ക് മറുകരയിലെത്താൻ മാർഗമില്ലാതായതോടെ നാട്ടുകാർ തടിപ്പാലം നിർമ്മിച്ചു. ഇതോടെ പ്രദേശവാസികളുടെ യാത്ര അപകടകരമായി. 2-3 കൊല്ലമായി പാലം പൊളിച്ചിട്ടില്ല. ഇങ്ങനെ പോയാലൊക്കെ നാളെ പോകുന്നേ നടക്കുമോ? നടക്കാല. പുഴയിൽ വെള്ളമുയർന്നാൽ പാലം വെള്ളത്തിൽ മുങ്ങും. കുട്ടികളെ സ്കൂളിൽ അയക്കാനും തിരികെ കൊണ്ടുവരാനും മാതാപിതാക്കൾ എന്നും കൂടെ പോകണം. പാലം ഭയങ്കരമായിട്ട് കുലുങ്ങുന്നൊക്കെ ഉണ്ട്. അപ്പം ഇതിലെ അപ്പുറത്തോടൊക്കെ കിടക്കാൻ ഭയങ്കര പാടാണ്. അപ്പം ഇനി ഈ പാലത്തിൽ കൂടെ പോകാനാണെങ്കിൽ ഭയങ്കര പാടും. സ്കൂളിൽ പോകൊക്കെ പോകാൻ ഭയങ്കര പാടായിരിക്കും. അപ്പം വേറൊരു പാലം വേണം.
പാലത്തിന്റെ ഘടനയിൽ അടിമുടി മാറ്റമാണ് സാങ്കേതിക വിഭാഗം മുന്നോട്ട് വയ്ക്കുന്നത്. അതിനായി കോടിക്കണക്കിന് രൂപ വകയിരുത്തണം. എന്നാൽ ബാക്കി തുകയെ സംബന്ധിച്ച് സർക്കാർ പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായിട്ടുമില്ല. താൽക്കാലികമായി ഉണ്ടാക്കിയിരിക്കുന്നതായ പാലം ഏത് സമയത്തും അപകടം ഉണ്ടാക്കുവാൻ സാധ്യതയുള്ളതാണ്, ജീവന് ഭീഷണിയാണ്. ഈ സാഹചര്യങ്ങൾ മുന്നിൽ കണ്ട് അധികാരികൾ ഇവിടെ സഞ്ചാരയോഗ്യമായ ഒരു പാലം ഉണ്ടാക്കി കൊടുത്ത് സഹായിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. നാട്ടുകാർ നിർമ്മിച്ച തടിപ്പാലം മാത്രമാണ് ഇപ്പോൾ ആശ്രയം. ജീവൻ കയ്യിൽ പിടിച്ചുള്ള യാത്ര ഇനി എത്രനാൾ വേണ്ടിവരുമെന്നും അടിയന്തരമായി കാഞ്ചിയാർ കുഴിയോടിപ്പടി പാലത്തിന്റെ നിർമ്മാണം തുടങ്ങണമെന്നുമാണ് ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. തിരുവനന്തപുരം വെള്ളറടയിൽ അപകട ഭീഷണി മുഴക്കി കൂറ്റൻ ട്രാൻസ്ഫോമർ. സംരക്ഷണ ഭിത്തി ഒരുക്കണമെന്ന നാട്ടുകാരുടെ നിരന്തര ആവശ്യത്തെ KSEB അധികൃതർ അവഗണിക്കുന്നതായി പരാതിയുണ്ട്. 2 സ്കൂളുകൾ ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന റോഡിലാണ് ഈ അപകടക്കെണിയുള്ളത്. ദിനംപ്രതി നൂറുകണക്കിന് വാഹനങ്ങളും കാൽനട യാത്രക്കാരും ആശ്രയിക്കുന്ന മലയോര മേഖലയിലെ പ്രധാന പാതകളിലൊന്നാണ് കാട്ടാക്കട വെള്ളറട റോഡ്. വെള്ളറട കൃഷിഭവന് സമീപത്തായാണ് സുരക്ഷാവേലിയോ മുൻകരുതൽ നിർദ്ദേശങ്ങളോ ഇല്ലാതെ അപകടക്കണിയായി ട്രാൻസ്ഫോമർ നിലകൊള്ളുന്നത്. ഇതിനു മുന്നിലൂടെ കടന്നുപോകുന്നത് വീതി വളരെ കുറഞ്ഞ റബ്ബറൈസ്ഡ് റോഡാണ്. വാഹനങ്ങൾ ചീറിപ്പായുമ്പോൾ കാൽനട യാത്രക്കാർ ട്രാൻസ്ഫോമറിന് സമീപത്തേക്ക് ഒതുങ്ങി നിൽക്കാറുണ്ട്. കൃഷിഭവന് പുറമെ ആയുർവേദ ആശുപത്രി, മൃഗാശുപത്രി എന്നിവിടങ്ങളിലേക്ക് എത്താൻ ജനങ്ങൾ ആശ്രയിക്കുന്നത് ഈ റോഡിനെയാണ്. ഒപ്പം ഗവൺമെന്റ് UP സ്കൂൾ, LMS എന്നീ വിദ്യാലയങ്ങളിലേക്കുള്ള നൂറുകണക്കിന് വിദ്യാർത്ഥികളും കടന്നുപോകുന്നത് ഈ ട്രാൻസ്ഫോമറിന് മുന്നിലൂടെയാണ്. എന്നിട്ടും കൺമുന്നിൽ പതിയിരിക്കുന്ന അപകടം കണ്ടില്ലെന്ന് നടിക്കുകയാണ് അധികൃതർ. അപകടം വരുത്തുന്ന രീതിയിലാണ് ഈ ട്രാൻസ്ഫോമർ ഈ റോഡ് വക്കിൽ, ഈ പാതയോരത്ത് പണിതിരിക്കുന്നത്. അതിന് വേലയോ മറ്റൊന്നും തന്നെ ഇല്ല. ഒരു സുരക്ഷിതത്വവും ഈ ട്രാൻസ്ഫോമർ സ്ഥാപിച്ചിരിക്കുന്നിടത്തില്ല. അത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. ഇപ്പോൾ അത് കാണുമ്പോൾ തന്നെ അത് അറിയാവുന്ന കാര്യമാണ്. അത് സുരക്ഷിതമായി നിർത്തുന്നതിന് മേലധികാരികൾ അപകടം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അത് ഒരു പരിഹാരം കണ്ടെത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കൃഷിഭവൻ അങ്കണത്തിൽ ഉണങ്ങി നിൽക്കുന്ന തെങ്ങ് ഏത് നിമിഷവും ട്രാൻസ്ഫോമറിന് മുകളിലേക്ക് വീഴാറായ അവസ്ഥയിലാണ്. ഇത് മുറിച്ചുമാറ്റാൻ നിരവധി തവണ പഞ്ചായത്ത്, KSEB, കൃഷിഭവൻ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല. തേവരക്കര സ്കൂളിലെ മിഥുൻ ഉൾപ്പെടെ ഷോക്കേറ്റുള്ള നിരവധി മരണങ്ങൾ ആവർത്തിച്ചിട്ടും അലംഭാവം തുടരുന്നതിൽ പ്രതിഷേധം ശക്തമാണ്. ന്യൂസ് 18 നെയ്യാറ്റിൻകര. തിരമാലകൾ തീരത്തെഴുതി വെച്ച ചെറു ചിത്രങ്ങളെ അനശ്വരമാക്കി കാസർഗോഡ് തൃക്കരിപ്പൂരിൽ പോയം ഓഫ് വേവ്സ് ഫോട്ടോ പ്രദർശനം. ലോക ഫോട്ടോഗ്രാഫി ദിനത്തിൽ ഫോട്ടോഗ്രാഫർ അമീർ അലിയാണ് തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പ്രദർശനമൊരുക്കിയത്. സ്വർണ്ണ മൺതരികളിൽ കടൽ എഴുതിവെച്ച ചിത്രങ്ങൾ ക്യാമറയിൽ പകർത്തിയപ്പോൾ തെളിഞ്ഞു വന്നത് ഒരു കാട് തന്നെയായിരുന്നു. പല രൂപത്തിലും വലിപ്പത്തിലുമുള്ള മരങ്ങൾ, ഒറ്റയായും കൂട്ടമായും തെളിഞ്ഞും മങ്ങിയും കാണുന്ന കാൽപ്പനിക വനം. ഗോവയിലെ ബാഗാക്കടപ്പുറത്ത് തിരമാലകൾ തീർത്ത നേരിയ നീർച്ചാലുകളിൽ നിന്നും ഒറ്റമരങ്ങളെയും മരക്കൂട്ടങ്ങളെയും എല്ലാം കണ്ടെത്തിയത് അമീർ അലി ഒളവറ എന്ന ഫോട്ടോഗ്രാഫർക്കുള്ളിലെ പ്രകൃതി സ്നേഹിയാണ്. ധാതുസമ്പന്നമായ കൊങ്കൺ തീരത്തിന്റെ പ്രത്യേകതയാണ് തീരത്ത് തെളിയുന്ന ചിത്രങ്ങൾക്ക് കാരണം. നിമിഷ നേരങ്ങൾ കൊണ്ട് മിന്നിമറയുന്ന ചിത്രങ്ങളെ സൂക്ഷ്മതയോടെ കണ്ടെത്തുകയാണ് അമീർ അലി ചെയ്തത്. ആ ചിത്രങ്ങൾ ആയുസ് വിത്തിൻ സെക്കൻഡുകളാണ്. ഒരു തിര വന്ന് തിരിച്ച് ആ തിര ഇറങ്ങുന്ന സമയത്ത് കരയിൽ രൂപപ്പെടുന്ന ചിത്രങ്ങളാണ്. ആ ചിത്രങ്ങൾ കംപ്ലീറ്റ് മരങ്ങളെ ചിത്രങ്ങളാണ്. പ്രകൃതി നമ്മളോട് മെസ്സേജ് ചെയ്യാൻ മരങ്ങൾ വെച്ചുപിടിപ്പിക്കാൻ വേണ്ടിയിട്ട്. കടലും വനങ്ങളും തമ്മിൽ അന്തരങ്ങളുണ്ട്, ഒരുപാട് ഡിസ്റ്റൻസ്. ആ ഗ്യാപ്പിലാണ് ശരിക്കും നമ്മളോട് വന്ന് പറയുന്നത്. ശരിക്കും നമ്മളോട് പറയുന്നത് തന്നെ പറയേണ്ടി വരും, മരങ്ങൾ വെച്ചുപിടിപ്പിക്കണം എന്നല്ല. 2013 പകർത്തിയ ചിത്രങ്ങൾ തൊട്ടടുത്ത വർഷം UAE-യിലാണ് ആദ്യമായി പ്രദർശനത്തിന് വെച്ചത്. വർഷങ്ങൾക്കിപ്പുറം ലോക ഫോട്ടോഗ്രാഫി ദിനത്തിൽ സ്വന്തം നാടായ തൃക്കരിപ്പൂരിലും അമീർ അലി പോയം ഓഫ് വേവ്സ് എന്ന പേരിൽ ഫോട്ടോ പ്രദർശനം സംഘടിപ്പിച്ചു. ഒപ്പം 2 പതിറ്റാണ്ട് കാലത്തെ യാത്രകളെ സമ്പന്നമാക്കിയ ചിത്രങ്ങളും പ്രദർശനത്തിലുണ്ടായിരുന്നു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാബ ഫോട്ടോ എടുത്തുകൊണ്ട് പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. നിരവധി ആളുകളാണ് ഫോട്ടോ പ്രദർശനം കാണാനെത്തിയത്. ന്യൂസ് 18 തൃക്കരിപ്പൂർ. കാസർഗോഡ് വലിയ പറമ്പ് ഇടയിലക്കാട് റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് ഗതാഗതം ദുഷ്കരമായിരിക്കുകയാണ്. മെക്കാഡം ടാറിങ്ങിന് അനുമതി ലഭിച്ചിട്ടും ജോലികൾ ആരംഭിക്കാൻ സാധിക്കാത്തത് ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കുകയാണ്. കാസർഗോഡ് ജില്ലയിലെ തന്നെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ വലിയപറമ്പിലേക്കുള്ള പ്രധാന റോഡിന്റെ നിലവിലെ അവസ്ഥയാണിത്. ഇടയിലക്കാട് ബണ്ട് മുതൽ പാലം വരെ റോഡ് പൂർണ്ണമായും തകർന്ന നിലയിലാണ്. പലയിടങ്ങളിലും വാഹനങ്ങൾക്ക് കടന്നുപോകാൻ നന്നേ പ്രയാസപ്പെടണം. റോഡ് മെക്കാഡം ചെയ്ത് പുനർനിർമ്മിക്കാൻ അനുമതിയായിട്ടും ജോലികൾ വൈകുന്നതാണ് നാട്ടുകാരെ ബുദ്ധിമുട്ടിലാക്കുന്നത്.
ഇടയിലക്കാട് ബണ്ട് മുതൽ വലിയപറമ്പ് പാലം സൈറ്റ് വരെ മെക്കാഡം ടാറിങ്ങിന് അനുമതി ലഭിച്ചു. നിലവിലെ തകർന്ന റോഡിൽ പലയിടത്തും കുഴികൾ രൂപപ്പെട്ടതോടെ ചെറുതും വലുതുമായ വാഹനങ്ങൾ ഒരുപോലെ ദുരിതത്തിലാണ്. മഴ പെയ്താൽ കുഴികളിൽ വെള്ളം കെട്ടിക്കിടന്ന് റോഡ് തോടായി മാറും. ഈ ദുർഘടപാത താണ്ടി വേണം നാട്ടുകാർക്കും വിനോദസഞ്ചാരികൾക്കും ഇടയിലക്കാട്ടിലേക്കും വലിയപറമ്പിലേക്കും എത്താൻ. മഴ കാരണം പണിസാധനങ്ങൾ എത്തിക്കാൻ സാധിക്കാത്തതാണ് റോഡ് പണി മുടങ്ങാൻ കാരണമെന്ന് അധികൃതർ പറയുന്നു. ന്യൂസ് 18 വലിയപറമ്പ. ഇടുക്കി ഉടുമ്പൻചോലയിൽ ഇരട്ട വോട്ട് കണ്ടെത്തിയിട്ടും നടപടി സ്വീകരിക്കാതെ റവന്യൂ വകുപ്പ്. 2024 പരിശോധനയിൽ 211 ഇരട്ട വോട്ടുകൾ കണ്ടെത്തിയിരുന്നു. കേരളത്തിലും തമിഴ്നാട്ടിലും വോട്ടുണ്ടെന്ന് കണ്ടെത്തിയിട്ടും ഇതുവരെയും നടപടി സ്വീകരിച്ചിട്ടില്ല. കേരളത്തിലെ ഉടുമ്പൻചോല മണ്ഡലത്തിലും തമിഴ്നാട്ടിലെ കമ്പം മണ്ഡലത്തിലും വോട്ടുള്ളവരുടെ പേരുകളാണിത്. ഉടുമ്പൻചോല പഞ്ചായത്തിലെ 58 മുതൽ 72 വരെയുള്ള ബൂത്തുകളിലാണ് ഇരട്ട വോട്ടെന്നാണ് ഇടുക്കി തേനി ജില്ലാ കളക്ടർമാർ നൽകിയ വിവരാവകാശ രേഖയിലുള്ളത്. രണ്ടിടത്തെയും തിരിച്ചറിയൽ കാർഡ് നമ്പർ ഉൾപ്പെടെയുണ്ട്. തമിഴ്നാട്ടിലെ വോട്ടർമാർക്ക് ആനുകൂല്യങ്ങൾ കൂടുതൽ ലഭിക്കുന്നതിനാലാണ് പലരും അവിടുത്തെ വോട്ട് നിലനിർത്തുന്നത്. ഉടുമ്പൻചോലയിൽ ഏലത്തോട്ടമുള്ളവരോ പണിക്കെത്തുന്നവരോ ആണ് ഇവരെല്ലാം. തെരഞ്ഞെടുപ്പ് ദിവസം തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് എത്തിച്ച് വോട്ട് ചെയ്യിക്കും. തെളിവുകൾ ശേഖരിച്ച് രാഷ്ട്രീയ പാർട്ടികൾ പരാതി നൽകുമ്പോൾ മാത്രമാണ് ജില്ലാ ഭരണകൂടം നടപടിയെടുക്കുന്നത്. ഈ വോട്ടുകൾ തെരഞ്ഞെടുപ്പ് സമയത്ത് നിലവിൽ ഇവിടെ താമസക്കാരോ ഒന്നുമല്ലാത്തതാണ്. ഇവര് അന്യ സംസ്ഥാനത്ത് വീടും അതുപോലെ തന്നെ അവിടെ ആനുകൂല്യങ്ങളെല്ലാം കൈപ്പറ്റുന്ന ആളുകളാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം അവരുടെ ID കാർഡുകൾ ഇവിടെ CPMന്റെ പാർട്ടി ഓഫീസിലെ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരുടെ കയ്യിൽ മേടിച്ചു വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് സമയത്ത് അവിടുന്ന് ആളെ കൊണ്ടുവന്ന് വോട്ട് ചെയ്തിച്ച് തിരിച്ചു പോയിട്ട് പിന്നെ അടുത്ത തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്താണ് വീണ്ടും അവരെ തെരഞ്ഞെടുപ്പിലേക്ക് ഇവിടെ കൊണ്ടുവരുന്നത്. അങ്ങനെയാണ് ഈ നിയോജക മണ്ഡലം കഴിഞ്ഞ കാലങ്ങളിൽ CPM അതുപോലെ LDFും വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പരാതി ഉയർന്നതിനെ തുടർന്ന് ജില്ലാ ഭരണകൂടം ഇരട്ട വോട്ടുകൾ കണ്ടെത്തിയിരുന്നു. ഇവരിൽ ഭൂരിഭാഗം പേരും തമിഴ്നാട്ടിലെ വോട്ട് നിലനിർത്താനാണ് താൽപര്യപ്പെട്ടത്. എന്നാൽ കേരളത്തിൽ നിന്നും ഇവർ ഒഴിവാക്കപ്പെടുന്നുമില്ല. ന്യൂസ് 18 ഇടുക്കി. കശുവണ്ടി പരിപ്പിന് പുറമെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുമായി കാപ്പെക്സ് ഓണവിപണിയിലെത്തുന്നു. 5 ഉൽപ്പന്നങ്ങളാണ് പുതുതായി വിപണിയിലെത്തിക്കുന്നത്. കൺസ്യൂമർ പാക്കറ്റിലുള്ള കശുവണ്ടി പരിപ്പിന് 5% അധിക വിലക്കിഴിവോടെയാണ് ഓണവിപണിയിലെത്തിക്കുന്നതെന്നും ചെയർമാൻ M. ശിവശങ്കരപിള്ള അറിയിച്ചു. കാഷ്യൂ ബട്ടർ, കാഷ്യൂ പൗഡർ, കശുമാങ്ങ സിറപ്പ്, കശുമാങ്ങ ജാം, കശുമാങ്ങ അച്ചാർ എന്നിങ്ങനെ 5 ഉൽപ്പന്നങ്ങളാണ് പുതുതായി വിപണിയിലെത്തുന്നത്. കൂടാതെ ജനുവരിയോടെ കാഷ്യൂ സോഡയും വിപണിയിൽ എത്തിക്കാൻ ലക്ഷ്യമിടുന്നുണ്ട്. ഓണം പ്രമാണിച്ച് 30% വിലക്കിഴിവിലാണ് ഉപഭോക്താവിന് പാക്കറ്റിൽ കശുവണ്ടി പരിപ്പുകൾ വാങ്ങാനാവുക. കാപ്പെക്സിന്റെ പുതുതായി നിർമ്മിച്ച മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഈ മാസം 27-ന് വിപണിയിലെത്തും. ഈ ഓണക്കാലത്ത് കശുവണ്ടിയുടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് നല്ല ഡിസ്കൗണ്ടാണ് കാപ്പെക്സ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നിലവിലുള്ള ഡിസ്കൗണ്ട് 5% കൂടി വർദ്ധിപ്പിച്ചു കൊടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. 30% ഡിസ്കൗണ്ടാണ് ഇത്തവണ കൊടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഫ്രാഞ്ചൈസികൾക്കും അതുപോലെ തന്നെ സഹകരണ സ്ഥാപനങ്ങൾക്കും ഇതിന് പുറമെയുള്ള ചില ഇളവുകൾ കൂടി കൊടുക്കുന്നതിന് നിശ്ചയിച്ചിട്ടുണ്ട്. കാപ്പെക്സ് നേരിട്ടെത്തി കശുവണ്ടി പരിപ്പെടുക്കുന്ന സഹകരണ സംഘങ്ങൾക്ക് ഓണനാളിൽ അധിക വിലക്കിഴിവ് നൽകും. ഈ സാമ്പത്തിക വർഷം 107 തൊഴിൽ ദിനങ്ങളിൽ ജോലി നൽകിയതായും ഇനിയും 120 ദിവസം കൂടി തൊഴിൽ നൽകാനുള്ള തോട്ടണ്ടി കാപ്പെക്സിന്റെ കൈവശമുണ്ടെന്നും ചെയർമാൻ പറഞ്ഞു. ഓണക്കിറ്റിലേക്ക് കാപ്പെക്സ് വിഹിതമായി 15,600 പാക്കറ്റുകളാണ് നൽകിയത്. പുതുതായി പുറത്തിറക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കാൻ ഫ്രാഞ്ചൈസികൾക്കും സഹകരണ സംഘങ്ങൾക്കും പ്രത്യേക ഇളവുകൾ നൽകിയിട്ടുണ്ടെന്നും ചെയർമാൻ അറിയിച്ചു. ന്യൂസ് 18 കൊല്ലം.
രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേരളക്കരയിൽ നിന്ന് ഓണക്കോടികൾ. ബാലരാമപുരം കൈത്തറിയിൽ ഒരുങ്ങുന്ന റോയൽ സാരിയും പൊന്നാടയും ഉടൻ ഡൽഹിയിലേക്കെത്തും. സംസ്ഥാന കൈത്തറി ഡയറക്ടറേറ്റ് ഫാൻടെക്സിന് നൽകിയ ഓർഡർ പ്രകാരമാണ് വസ്ത്രങ്ങൾ തയ്യാറാക്കുന്നത്. കല്ലിയൂർ പെരിങ്ങമല കേന്ദ്രമായ ജയ്കിഷ് ഹാൻഡ്ലൂം വീവേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലാണ് പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കും ഓണക്കോടികൾ ഒരുങ്ങിയത്. സംസ്ഥാന കൈത്തറി ഡയറക്ടറേറ്റ് ഹാൻടെക്സിന് നൽകിയ ഓർഡർ പ്രകാരമാണ് വസ്ത്രങ്ങൾ നെയ്തത്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് സ്വർണ്ണക്കസവിൽ ടിഷ്യൂ മെറ്റീരിയലിലാണ് സാരി തയ്യാറാക്കിയത്. പ്രധാനമന്ത്രിക്ക് ടിഷ്യൂ മെറ്റീരിയലിൽ സ്വർണ്ണക്കസവ് കള്ളികളായും അമിത്ഷാ ഉൾപ്പെടെയുള്ളവർക്ക് സ്വർണവും വെള്ളിയും കസവുകൾ ഇടകലർത്തി കള്ളികളായും നെയ്ത പൊന്നാടയാണ് തയ്യാറാക്കിയത്. 15 റോയൽ സാരികൾ, 110 പൊന്നാട, 15 റോയൽ പൊന്നാട എന്നിവ കൈത്തറി കലാകാരന്മാർ നെയ്തെടുത്തു. 15ഓളം കൈത്തറി നെയ്ത്തുകാർ 20 ദിവസം കൊണ്ടാണ് ഇവ തയ്യാറാക്കിയത്. 4ാം തവണയാണ് പ്രധാനമന്ത്രി ഉൾപ്പെട്ട കേന്ദ്രമന്ത്രിമാർക്ക് കൈത്തറി വസ്ത്രങ്ങൾ നെയ്യുന്നതെന്ന് സൊസൈറ്റി സെക്രട്ടറി വി സന്തോഷ് പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റിന്, അതായത് ഇന്ത്യൻ പ്രസിഡന്റ്, പ്രധാനമന്ത്രി എന്നിവർക്കൊക്കെ ഓണ സമ്മാനമായിട്ട് കേരള കൈത്തറി കസവ് സാരികൾ നമ്മളിവിടെ ജയ്കിഷ് ഹാൻഡ്ലൂം വീവേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലാണ് 3 വർഷങ്ങളായി നെയ്തു വരുന്നത്. അതായത് കൈത്തറി ഡയറക്ടറേറ്റ് വഴി ഹാൻടെക്സിന് ലഭിക്കുകയും ഹാൻടെക്സ് നമ്മുടെ സൊസൈറ്റിക്ക് തരികയും നമ്മൾ തന്നെയാണ് പ്രസിഡന്റിന്റെ സാരി, പ്രധാനമന്ത്രിയുടെ സാരി, കേന്ദ്രമന്ത്രിമാർക്ക് പൊന്നാട മുതലായവ നമ്മൾ തന്നെയാണ് ഉത്പാദിപ്പിച്ചു കൊടുക്കുന്നത്. നമ്മുടെ സൊസൈറ്റിയിലെ നെയ്ത്തുകാരാണ് എല്ലാം തന്നെ ചെയ്യുന്നത്. നെയ്തെടുത്ത വസ്ത്രങ്ങൾ ഹാൻടെക്സിന് ഉടൻ കൈമാറും. ഇവിടെ നിന്ന് സംസ്ഥാനത്തെ വിവിധ കലാശില്പങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിവ അടങ്ങിയ ഗിഫ്റ്റ് ബോക്സായാണ് പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കും നൽകുന്നത്. രാജ്യത്തിന്റെ വിശിഷ്ട വ്യക്തികൾക്ക് ഓണക്കോടിയായി ബാലരാമപുരം കസവ് വസ്ത്രം തിരഞ്ഞെടുത്തത് ബാലരാമപുരം കൈത്തറി മേഖലയ്ക്ക് മറ്റൊരു പൊൻതൂവലാണ് സമ്മാനിക്കുന്നത്. ന്യൂസ് 18 നെയ്യാറ്റിൻകര. ചേർത്തല സ്വദേശി ബിന്ദു പത്മനാഭൻ കൊല്ലപ്പെട്ടുവെന്ന് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട്. തിരോധാന കേസിൽ നിന്ന് കൊലപാതക കുറ്റത്തിനുള്ള വകുപ്പുകൾ ചുമത്തി ചേർത്തല മജിസ്ട്രേറ്റ് കോടതിയിൽ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് നൽകി. ജൈനമ കൊലപാതക കേസിൽ റിമാൻഡിലുള്ള സെബാസ്റ്റ്യന്റെ അറസ്റ്റ് ഈ കേസിൽ ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തും. ന്യൂസ് 18 ഫോളോ അപ്പ്. 2017 രജിസ്റ്റർ ചെയ്യപ്പെട്ട ബിന്ദു പത്മനാഭൻ എന്ന സ്ത്രീയുടെ തിരോധാന കേസ് പട്ടണക്കാട് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ആ കേസാണ് മറ്റൊരു വഴിത്തിരിവിലേക്ക് എത്തി നിൽക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളൊക്കെ ആവർത്തിച്ച് പറഞ്ഞതുപോലെ തന്നെ ബിന്ദു പത്മനാഭൻ സെബാസ്റ്റ്യനാൽ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാദം സർക്കാർ കൂടി അംഗീകരിച്ചിരിക്കുകയാണ്. പോലീസ് അന്വേഷണ സംഘം, ക്രൈംബ്രാഞ്ച് സംഘം ബിന്ദു പത്മനാഭൻ കൊല ചെയ്യപ്പെട്ടു എന്നുള്ള സ്ഥിരീകരണം നൽകിക്കൊണ്ട് തന്നെ കോടതിയിൽ ആ കേസുമായി ബന്ധപ്പെട്ട വകുപ്പ് ഓൾട്ടർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ അവർ കോടതിയെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. IPC 302 പ്രകാരം കൊലക്കുറ്റം ചുമത്തി സെബാസ്റ്റ്യനെ പ്രതി ചേർത്തുകൊണ്ടാണ് ബിന്ദു പത്മനാഭൻ തിരോധാന കേസ് KP ആക്ട് 57 പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ട ആ പഴയ കേസ് ഇപ്പോൾ കൊലപാതക കേസിലേക്ക് എത്തി നിൽക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഇനിയുള്ള നടപടിക്രമങ്ങൾ എന്ന് പറയുന്നത് ചേർത്തല കോടതിയിൽ ഇത് കൊലപാതക കേസായി മാറ്റിയെന്ന വകുപ്പുകൾ മാറ്റിയിട്ടുണ്ടെന്ന് അറിയിച്ചുകൊണ്ട് അന്വേഷണ സംഘം കോടതിയിൽ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. നിലവിൽ ജൈനമ്മ കൊലക്കേസുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യൻ കോട്ടയം ജില്ലാ ജയിലിലാണുള്ളത്. ഏറ്റുമാനൂർ കോടതിയാണ് റിമാൻഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി ഏറ്റുമാനൂർ കോടതിയുടെ അനുമതിയോടുകൂടി തന്നെ സെബാസ്റ്റ്യന്റെ ഫോർമൽ അറസ്റ്റ് ആലപ്പുഴയിൽ നിന്നുള്ള അന്വേഷണ സംഘം ബിന്ദു പത്മനാഭൻ കേസിൽ രേഖപ്പെടുത്തേണ്ടതായുണ്ട്. അത്തരത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം പിന്നീട് കസ്റ്റഡിയിലേക്ക് വാങ്ങുന്നതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് അവർ നീങ്ങും. എന്തായാലും ഇത്രയും നാളും സെബാസ്റ്റ്യനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തെങ്കിലും യാതൊരു വിവരങ്ങളും ബിന്ദു പത്മനാഭൻ കേസുമായി കളക്ട് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ജൈനമ്മ കൊലക്കേസ് വന്നതോടുകൂടി കൂടുതൽ ആളുകൾ നേരത്തെ സെബാസ്റ്റ്യൻ ബിന്ദുവിന്റെ പള്ളിപ്പുറത്തെ സ്വത്തുക്കൾ തട്ടിയെടുക്കുന്നതിന് വേണ്ടി ബിന്ദുവിന് പകരമായി രജിസ്ട്രേഷൻ ഓഫീസിൽ ഹാജരാക്കിയ അടക്കമുള്ള ആളുകൾ സെബാസ്റ്റ്യനെതിരെ നിർണായകമായ മൊഴികൾ അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. മാത്രമല്ല നിലവിലെ ജൈനമ്മ കേസിന്റെ ഉൾപ്പെടെയുള്ള സർക്കംസ്റ്റൻസസ് വിലയിരുത്തിക്കൊണ്ട് സെബാസ്റ്റ്യൻ ബിന്ദുവിനെ കൊലപ്പെടുത്തി എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം നിൽക്കുന്നത്. ജൈനമ്മ കേസിൽ കുറെ കാര്യങ്ങൾ അന്വേഷണ സംഘത്തോട് ആദ്യഘട്ടത്തിൽ അയാൾ സഹകരിച്ചില്ലായിരുന്നുവെങ്കിലും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കുറെ കാര്യങ്ങൾ ജൈനമ്മ കേസിൽ അന്വേഷണ സംഘത്തോട് സെബാസ്റ്റ്യൻ സ്ഥിരീകരിക്കേണ്ടതായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആലപ്പുഴയിലെ അന്വേഷണ സംഘവും
പ്രതീക്ഷ വെക്കുന്നുണ്ട്. കാരണം സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിന്റെ ആലപ്പുഴ ഡിവിഷനിലുള്ള ഉദ്യോഗസ്ഥരാണ് ബിന്ദു പത്മനാഭൻ തിരോധാന കേസ് അന്വേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കേസിനകത്ത് ഇനിയെങ്കിലും മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷ അന്വേഷണ സംഘം കരുതുകയും പ്രതീക്ഷ മുന്നോട്ട് വെക്കുകയും അവർ ചെയ്യുന്നുണ്ട്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ജൈനമ്മ തിരോധാന കേസ് എന്നുള്ളത് കൊലക്കേസായി മാറിയിരിക്കുന്നു. ബിന്ദു പത്മനാഭന്റെയും കൊലക്കേസായി മാറിയിരിക്കുന്നു. അങ്ങനെ 2 കൊലക്കേസുകളിൽ പ്രതിയാണ് പള്ളിപ്പുറം സ്വദേശിയായ സെബാസ്റ്റ്യൻ. ആലപ്പുഴയിൽ നിന്നും ശരണ്യ. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബീഹാറിലെത്തും. 13,000 കോടി രൂപയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ട് അധികാർ യാത്ര ബീഹാറിൽ പര്യടനം തുടരുകയാണ്. ജനങ്ങളുടെ വോട്ട് മോഷ്ടിക്കുന്നവർ അധികാരം ഒഴിയണമെന്ന് രാഹുൽ ഗാന്ധി വിമർശിച്ചു. വിവരങ്ങളുമായി രാകേഷ് ചേരുന്നുണ്ട്. രാകേഷ്, രാഹുൽ ഉയർത്തിയ വോട്ട് കൊള്ള ആരോപണം അത് വളരെ ശക്തമായി തന്നെ നിലനിൽക്കുന്ന സാഹചര്യം. ഈ സാഹചര്യത്തിൽ എത്രത്തോളം നിർണായകമായിരിക്കും മോദിയുടെ ഈ സന്ദർശനം? അതുപോലെ തന്നെ വോട്ട് അധികാർ യാത്ര തുടരുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുമ്പോൾ അനുശ്രീ, ഏതായാലും തെരഞ്ഞെടുപ്പ് മാസമാണ് ബീഹാറിൽ. കാരണം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതിൻ്റെ പ്രചാരണമൊക്കെ തന്നെ ഔദ്യോഗികമായി പ്രഖ്യാപനം വന്നിട്ടില്ല. പക്ഷേ പ്രചാരണമൊക്കെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ ആരംഭിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധി യാത്ര നടത്തുന്നു, പ്രധാനമന്ത്രി ഇന്ന് എത്തുന്നു. അതുകൊണ്ട് തന്നെ ബീഹാറിനെ സംബന്ധിച്ച് ഇന്ന് നിർണായക ദിവസമാണ്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വർഷം മാത്രം എടുക്കുകയാണെങ്കിൽ ഇത് 6ാമത്തെ സന്ദർശനമാണ് ബീഹാറിൽ. ഇന്നേതായാലും വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനത്തിനാണ് പ്രധാനമന്ത്രി എത്തുന്നത്. ഏതാണ്ട് 13,000 കോടി രൂപയുടെ പദ്ധതികളുടെ ഉദ്ഘാടനവും ഒപ്പം തന്നെ ചില പദ്ധതികളുടെ നിർമ്മാണ പ്രവർത്തികളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി ഇന്ന് നിർവഹിക്കുകയാണ്. പ്രധാനമായും ഗയയിലാണ് ഇന്ന് പ്രധാനമന്ത്രി എത്തുന്നത്. അവിടെ മൊഗാമ പാലം, ഏതാണ്ട് 6 വരി പാലത്തിൻ്റെ ഉദ്ഘാടനമാണ് പ്രധാനമന്ത്രി നിർവഹിക്കുക. ഒപ്പം തന്നെ വിവിധ റോഡ് പദ്ധതികളുടെ ഉദ്ഘാടനം കൂടി പ്രധാനമന്ത്രി നിർവഹിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ 2 ട്രെയിനുകളുടെ ഫ്ലാഗ് ഓഫ് ആണ് ഇന്ന് നിർവഹിക്കുന്നത്. അതിലൊന്ന് അമൃത് ഭാരത് എക്സ്പ്രസ്, ഗയയിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള ട്രെയിനിൻ്റെ ഫ്ലാഗ് ഓഫ് പ്രധാനമന്ത്രി നിർവഹിക്കുന്നു. അങ്ങനെ 2 ട്രെയിനുകളുടെ ഫ്ലാഗ് ഓഫ് കൂടി നിർവഹിക്കുന്നുണ്ട്. തീർച്ചയായും NDA സംബന്ധിച്ച് ഇത് നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ്. കാരണം 2005 ശേഷം നോക്കുകയാണെങ്കിൽ ബീഹാറിൽ നിതീഷ് കുമാർ ഇല്ലാതെ ഒരു ഭരണം ഉണ്ടായിട്ടില്ല. അതിൽ തന്നെ ഭൂരിപക്ഷം സമയവും നിതീഷ് കുമാർ NDAക്കൊപ്പമായിരുന്നു, BJPക്കൊപ്പമായിരുന്നു. ചില കാലങ്ങളിൽ മാത്രം മാറി മത്സരിച്ചിട്ടുണ്ട്. അപ്പോഴും നിതീഷ് കുമാർ തന്നെയായിരുന്നു അതിനെ ചുക്കാൻ പിടിച്ചിരുന്നത്, ഭരണത്തിന് നേതൃത്വം കൊടുത്തിരുന്നത്. ഇന്ത്യ സഖ്യമാകട്ടെ ഇത്തവണ തിരിച്ചുവരാനുള്ള ശ്രമം വലിയ തോതിൽ നടത്തുകയാണ്. കാരണം ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ മഹാസഖ്യമായി മത്സരിക്കുമ്പോൾ പോലും 15 സീറ്റുകളുടെ വ്യത്യാസത്തിലാണ് അവർക്ക് ഭരണം നഷ്ടപ്പെടുന്നത്. NDAക്ക് 125 സീറ്റ് നേടുന്നു, ഇന്ത്യ സഖ്യം 110 സീറ്റ് നേടുന്നു. ഏതായാലും ഇത്തവണ വിവിധ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി തന്നെ ഇന്ത്യ സഖ്യത്തിന് പ്രചാരണത്തിന് നേതൃത്വം കൊടുത്ത് സംസ്ഥാനത്തുണ്ട്. കാരണം വോട്ട് അധികാർ യാത്ര ഇപ്പോൾ സംസ്ഥാനത്ത് പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ബീഹാറിലെ വലിയൊരു വിഭാഗം വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം, അതിനെ ചോദ്യം ചെയ്ത് നിലവിൽ കേസൊക്കെ തന്നെ സുപ്രീം കോടതിയിലുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ചേർന്ന് ഈ യാത്രയൊക്കെ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏതായാലും ഈ യാത്ര ഇപ്പോൾ 5 ദിവസം പിന്നിട്ടിരിക്കുന്നു. കടുത്ത ആക്രമണമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര സർക്കാരിനുമെതിരെ രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ഒക്കെ ഈ ഘട്ടത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം നേരത്തെ എന്ത് വിമർശനം നടത്തിയോ അത് ആവർത്തിക്കുകയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ജനങ്ങളുടെ വോട്ട് മോഷ്ടിച്ച് അധികാരത്തിലെത്തിയതാണ് കേന്ദ്ര സർക്കാർ, അവർക്ക് അധികാരത്തിൽ തുടരാൻ അർഹതയില്ല എന്ന് രാഹുൽ ഗാന്ധി ആവർത്തിക്കുന്നു. ഒപ്പം ചില ഗുരുതരമായ ആരോപണങ്ങൾ കൂടി രാഹുൽ ഗാന്ധി ഇപ്പോൾ ഉന്നയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമാനമായ രീതിയിൽ വോട്ട് കൊള്ള നടത്തിയിട്ടുണ്ട് NDAയും BJPയും. അങ്ങനെയാണ് അവർ അധികാരത്തിൽ വന്നതെന്നാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ഇന്നലെ മുംഗേറിലെ റാലിയിൽ പറഞ്ഞത്. ഏതായാലും ഇത്തവണ വോട്ട് കൊള്ളയ്ക്കൊരു അവസരമുണ്ടാക്കില്ല, അത് തടയും എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ബീഹാറിൽ നിന്ന് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന ഈ മുദ്രാവാക്യം അത് രാജ്യത്താകെ അലയടിക്കുമെന്നാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും അടുത്ത മാസത്തോടുകൂടി സെപ്റ്റംബർ 20 ശേഷം ഒരു പ്രഖ്യാപനം ബീഹാറിൻ്റെ കാര്യത്തിൽ ഉണ്ടാകാം. കാരണം ഒക്ടോബർ മാസത്തിലാണ് സാധാരണഗതിയിൽ ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ അടുത്ത മാസം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കെ രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് കോൺഗ്രസും RJDയും നയിക്കുന്ന ഇന്ത്യ സഖ്യവും ഒപ്പം തന്നെ JDUവും BJPയും നയിക്കുന്ന NDA സഖ്യവും കടുത്ത പ്രചാരണം ഇതിനോടകം തന്നെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അനുശ്രീ, രാകേഷ്, അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് NDAക്ക് അതിപ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോഴും രാഹുൽ ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ ജനങ്ങൾക്ക് മുൻപിൽ അതുപോലെ നിലനിൽക്കുകയാണ്. ഇതൊക്കെ മറികടന്നൊരു വിജയം എന്നത് എത്രത്തോളം ശ്രമകരമായിരിക്കും?
അതെ, കാരണം ഭരണവിരുദ്ധ വികാരം എന്നുള്ള ഒരു വലിയ ഫാക്ടർ ബീഹാറിൽ ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അതാണ് നിതീഷിന്റെ കാര്യത്തിൽ സംഭവിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു ചിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ പോലും അവിടെ BJP ആണ്, NDAയിൽ BJP ആണ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായത്. JDU ആയിരുന്നില്ല. അതിന് പല കാരണങ്ങളുണ്ട്. കഴിഞ്ഞ തവണ LJP അവിടെ പലയിടത്തും ഏതാണ്ട് മിക്ക മണ്ഡലങ്ങളിലും JDUവിനെതിരെ സ്ഥാനാർത്ഥി നിർത്തിയിരുന്നു എന്ന കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. എങ്കിൽ പോലും തുടർച്ചയായി ഏതാണ്ട് 20 വർഷം ഭരിച്ച ഒരു പാർട്ടി എന്ന നിലയ്ക്ക് ഭരണവിരുദ്ധ വികാരം നിതീഷിനുണ്ട്. മാത്രവുമല്ല, നിതീഷിന് പഴയ പ്രതാപം ഇന്നില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ അലട്ടുന്നുണ്ട്. അങ്ങനെ പല പ്രതിസന്ധിയും NDA സംബന്ധിച്ച് സംസ്ഥാനത്തുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും വിവിധ പദ്ധതികൾ പ്രഖ്യാപിച്ച് ജനങ്ങളെ കയ്യിലെടുക്കാനുള്ള ശ്രമങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പല പദ്ധതികളും ഈ അടുത്തിടെയാണ് ബീഹാർ സർക്കാർ പ്രഖ്യാപിച്ചത്. അത് തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് അത്തരമൊരു പ്രഖ്യാപനത്തിലേക്കൊക്കെ തന്നെ നിതീഷ് കുമാറും സർക്കാരും കടന്നത്. ഏതായാലും പ്രധാനമന്ത്രി കൂടി ഇന്ന് എത്തുന്നു. പ്രധാനമന്ത്രിയെ മുൻനിർത്തിയൊരു പ്രചാരണം അത് ഏതായാലും NDA ലക്ഷ്യം വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇപ്പോൾ തുടർച്ചയായി ബീഹാറിലെത്തുന്നത്. ഏതാണ്ട് ഇത്തവണത്തെ കണക്ക് നോക്കുമ്പോൾ തന്നെ പ്രധാനമന്ത്രി 6 തവണ ബീഹാറിലെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ ഏതാണ്ട് 13,000 കോടി രൂപയുടെ വികസന പദ്ധതികൾ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ചില പദ്ധതികളുടെയൊക്കെ തന്നെ ഉദ്ഘാടനവും നിർവഹിക്കുന്നു. അങ്ങനെ വരുമ്പോൾ കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് ബീഹാറിൽ വലിയ മാറ്റം കൊണ്ടുവന്നത് NDA സർക്കാരാണ്. ഒപ്പം തന്നെ കേന്ദ്രം ഭരിക്കുന്നത് NDA സർക്കാരാണ്. അതിനുള്ള തുടർച്ച എന്ന നിലയ്ക്കായിരിക്കും BJP ഇത്തവണ വോട്ട് തേടാൻ ശ്രമിക്കുക. ഏതായാലും ഇന്ത്യ സഖ്യമാകട്ടെ വലിയ തിരിച്ചുവരനുള്ള ശ്രമങ്ങൾ തുടരുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് 2005-ൽ അധികാരത്തിൽ നിന്ന് പുറത്തു പോയതാണ്. അതിനുശേഷം പിന്നീട് JDUവിനൊപ്പം മാത്രം ചില ചെറിയ കാലയളവിൽ മാത്രമാണ് RJDക്ക് അധികാരത്തിൽ വരാൻ കഴിയുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ 2015 നോക്കുകയാണെങ്കിൽ അന്ന് JDUവും RJDയും ഒരുമിച്ചാണ് മത്സരിച്ചത്. RJD ആയിരുന്നു അന്ന് ഏറ്റവും വലിയ ഒറ്റകക്ഷിയെങ്കിലും നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രിയാക്കാമെന്ന തീരുമാനത്തിലേക്ക് അന്ന് ലാലു പ്രസാദ് യാദവ് എത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ അത് അങ്ങനെ നോക്കുമ്പോൾ RJDക്ക് പല ഘട്ടങ്ങളിലും അധികാരത്തിൽ വരാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അവർ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരുന്നു നിയമസഭയിലെ. പക്ഷേ സഖ്യകക്ഷികൾ പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ഒക്കെ പ്രകടനം മോശമായതുകൊണ്ട് തന്നെ അവർക്ക് വിജയിക്കാൻ സാധിക്കുകയും ചെയ്തിരുന്നില്ല. ഏതായാലും ഇത്തവണ ഒരു മാറ്റമുണ്ടാകുമെന്ന് പ്രതീക്ഷ തേജസ്വി യാദവിനുണ്ട്, രാഹുൽ ഗാന്ധിക്കുണ്ട്. ഏതായാലും വലിയ ജനപിന്തുണ പ്രത്യേകിച്ച് യുവാക്കളുടെയും സ്ത്രീകളുടെയും ഭാഗത്തുനിന്ന് വലിയ പിന്തുണ ഇത്തവണ ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ RJD നേതാക്കളും കോൺഗ്രസ് നേതാക്കളും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബീഹാറിലെത്തുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. 13,000 കോടി രൂപയുടെ വികസന പദ്ധതികളും മോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. രാകേഷ് ആണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക് പോകുമ്പോൾ കനത്ത മഴ തുടരുന്ന ഗുജറാത്തിൽ പാൽ കൊണ്ടുപോവുകയായിരുന്ന ടാങ്കറിൽ കുടുങ്ങിയ 11 പേരെ രക്ഷപ്പെടുത്തി NDRF സംഘം. പോർബന്ദർ ജില്ലയിലെ മാധവ്പൂരിൽ മോച്ച കടാച്ച റോഡിലെ വെള്ളക്കെട്ടിലാണ് ലോറി കുടുങ്ങിയത്. രാവിലെയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി നാളെ വീണ്ടും കാണാം. ഇടവേളയ്ക്ക് ശേഷം പോലീസ് പെട്രോളിൽ ടോം കുര്യാക്കോസ് ചേരും.